മലയും ജീപ്പും വെടിയിറച്ചിയുമില്ലാത്ത കഥകൾ എടുക്കാനുണ്ടോ? ഈ വിഷയം ആദ്യം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് അതിനെന്താ പ്രശ്നം എന്നാണ്. എൻ്റെ വീട് പത്തനംതിട്ട ജില്ലയിലെ കോന്നി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ നിന്നൊരു 2 കിലോമീറ്റർ പോയാൽ അച്ചൻകോവിലാറ് കാണും. അച്ചൻകോവിലാറിൻ്റെ ഒഴുക്കിനെതിരെ ഒരു 3 കിലോമീറ്റർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നല്ല മലയണ്ണാനും രാജവെമ്പാലയും പുലിയൊക്കെ ഉള്ള കാടാണ്. എൻ്റെ അമ്മയുടെ വീട് നീലിബലാവ് എന്ന് പറയുന്ന സ്ഥലത്താണ്, ചിറ്റാർ ഗ്രാമപഞ്ചായത്തിലെ. ആ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. അതിങ്ങനെ കാടിനുള്ളിലേക്ക് കയറിയിരിക്കുന്ന നാടിൻ്റെ ഒരു തുരുത്താണ്. എൻ്റെ അനുഭവ പരിസരം അവിടേക്കാണ്. ഇപ്പം എൻ്റെ ആദ്യ കഥാസമാഹാരം ഇറങ്ങിയത് ഒരു 6 മാസം മുൻപാണ്, കടുവപ്പാതി. അതിൻ്റെ ഏതാണ്ട് ഒട്ടുമിക്ക കഥകളിലും ഈ എക്സാക്റ്റ് ഇങ്ങനെ അല്ലെങ്കിൽ പോലും ഇതിൻ്റെ ഒരു അനുഭവ പരിസരം ഉള്ള കഥകളാണ് ഏതാണ്ട് മിക്കതും. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ വന്ന ആ ചോദ്യത്തിൽ നിന്ന് തന്നെ ഈ ഡയലോഗ് തുടങ്ങാം എന്ന് വിചാരിക്കുന്നു. ഞാൻ അതുകൊണ്ട് ആദ്യം ഷാജിയിലേക്കാണ് പോകുന്നത്. ഷാജിക്ക് പരിചയമുള്ള ഒരു പരിസരം കൂടിയാണ്. ഷാജി, നമ്മൾ ഈ കേരളം എന്ന് പറയുന്നത് സ്ഥലം എന്ന് പറയുന്നത് അതതിൻ്റെ നെടുനീളത്തിൽ ഇങ്ങനെ പശ്ചിമഘട്ടത്തിലേക്ക് കയറി കിടക്കുന്നൊരു സ്ഥലമാണ്. പിന്നെ ഈ കുടിയേറ്റം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റാത്തൊരു സംഗതി കൂടിയാണ്. അപ്പോൾ ഈ കഥകളിൽ ഈ മലയും ജീപ്പും വെടിയിറച്ചിയൊക്കെ വന്നാൽ എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. എല്ലാവർക്കും നമസ്കാരം. മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിൻ്റെ 7ാം എഡിഷൻ്റെ ഭാഗമായി പ്രിയപ്പെട്ട ഗ്രേസി ടീച്ചർക്കും പ്രിയപ്പെട്ട ഷിൻലാലിനും പ്രിയപ്പെട്ട അനൂപ് ചന്ദ്രനും ഒപ്പം വേദി പങ്കിടാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും നിങ്ങളെല്ലാവരെയും കാണാനും കഴിഞ്ഞുള്ള സന്തോഷം അറിയിക്കുന്നു. അനൂപ് ചോദിക്കുന്ന സമയത്തിന് മുമ്പേ തന്നെ ഈ വിഷയം കേട്ടപ്പോൾ ഏതൊരു സിനിമയിലൊരു കോമഡി താരം പറഞ്ഞ പോലെ ഇത് എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്ന് എനിക്ക് തോന്നി. കാരണം എന്ന് വെച്ചാൽ മരണവംശം എന്ന നോവല് കാട്ടിറച്ചിയുണ്ട്, കാടുണ്ട്, ജീപ്പുണ്ട്, വെടിയുണ്ട്, പുകയുണ്ട്, പിന്നെ എല്ലാ പരിപാടിയും ഉണ്ട്. അപ്പോൾ ഇത് എനിക്ക് വെച്ച കൊട്ടാണോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. ആക്ച്വലി മരണവംശം എന്ന എൻ്റെ നോവല് ഒരു പ്രതികാരത്തിൻ്റെ കഥയല്ല, അതൊരു സ്നേഹത്തിൻ്റെ നോവലായിട്ടാണ് ഞാൻ എഴുതിയത്. വായിച്ചവർക്കറിയാം, അത് കുഞ്ഞമ്മാറും കൊട്ടനും തമ്മിലുള്ള പ്രണയം, നളിനിയും ഭാസ്കരനും തമ്മിലുള്ള പ്രണയം, ജാനകിയും ഒരു ഗോപാലൻ പണിക്കറും തമ്മിലുള്ള പ്രണയം, അങ്ങനെ രമണിയും ചന്ദ്രനും തമ്മിലുള്ള പ്രണയം, അങ്ങനെ ഒരു പ്രണയത്തിൻ്റെ ഒരു യാത്രയാണ്, 3 തലമുറ നീളുന്ന യാത്രയാണ് മരണവംശം. അത് പക്ഷേ വായിച്ചവരൊക്കെ അത് പ്രതികാരത്തിൻ്റെയും പകയുടെയും നോവലായി വിലയിരുത്തി. അതെൻ്റെ കുറ്റമല്ല. ആത്യന്തികമായി സ്നേഹവും സ്നേഹത്തിൽ നിന്നുണ്ടാവുന്ന സങ്കടങ്ങളുമാണ് ആ നോവലിൻ്റെ ഒരു ആഖ്യായിക നിർണ്ണയിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ശത്രുക്കൾ ഉണ്ടാകുന്നതിൻ്റെ പക, അപരിചിതമായിട്ടുള്ള 2 പേർ ശത്രുക്കൾ ഉണ്ടാകുന്നതിനെക്കാട്ടിയും പക സുഹൃത്തുക്കൾ ശത്രുക്കളാകുമ്പോഴാണ് സംഭവിക്കുക. പ്രണയിക്കുന്നവർ വേർപിരിയുമ്പോൾ ഉണ്ടാകുന്ന ശത്രുത, സുഹൃത്തുക്കൾ വേർപിരിയുമ്പോൾ ഉണ്ടാകുന്ന ശത്രുത, അല്ലെങ്കിൽ സ്വന്തം പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ശത്രുത, അത് സ്നേഹത്തിൽ നിന്നാണ് സ്നേഹത്തിൻ്റെ ഏറ്റവും വൈരാഗ്യം പ്രവർത്തിക്കുക എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരേ വയറ്റിൽ നിന്ന് വന്ന ഏട്ടനും അനിയനും സ്വത്തിൻ്റെ പേരിൽ തമ്മിത്തല്ലി ജീവിതാന്ത്യം വരെ വെറുക്കപ്പെട്ടവരായി ജീവിക്കുന്നത് നമ്മുടെ കേരളത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതേപോലെ സ്വന്തം മകൾ വേറൊരുത്തിനൊപ്പം ഒളിച്ചോടി കഴിഞ്ഞാൽ മരിക്കും വരെ മകളോട് മിണ്ടാത്ത അച്ഛന്മാരുള്ള നാട് കൂടിയാണ് കേരളം. അപ്പോൾ ഈ സ്നേഹം എന്ന് പറയുന്നത്, സ്നേഹവും സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന ശത്രുത പരിചയമില്ലാത്ത 2 മനുഷ്യരിൽ നിന്ന് ഉണ്ടാകുന്ന ശത്രുത പോലെയല്ല എന്ന് എനിക്ക് മനസ്സിലാക്കി തന്ന ഒരു സ്പേസാണ് എർക്കാന. അപ്പോൾ മരണവംശം എന്ന നോവലിലൂടെ ഞാൻ ആഖ്യാനിക്കാൻ ശ്രമിച്ചത് ഇങ്ങനെ സ്നേഹവും സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന പ്രയാസങ്ങളുമാണ്. അതുകൊണ്ടായിരിക്കാം, അത് സ്വാഭാവികമായിട്ടും അതങ്ങനെ സ്നേഹത്തിൽ നിന്നുള്ള പ്രയാസങ്ങൾ ആഖ്യാനിക്കുന്ന സമയത്ത് ആ ആഖ്യായിക രൂപപ്പെടുന്നത് കാട്ടിലെ മനുഷ്യരും, കാട്ടിൽ വേട്ടയാടുന്ന മനുഷ്യരും, അവിടെ വെടിവെക്കാൻ പോകുന്ന മനുഷ്യരും, അവിടെ മദ്യപിക്കുന്ന ചാരായം കഴിക്കുന്ന മനുഷ്യരും ഒക്കെ കടന്നു വരിക സ്വാഭാവികമാണ്. അത് മലയാള സാഹിത്യം അങ്ങനെ അവതരിപ്പിച്ചാൽ എന്താണ് പ്രശ്നം? ഇപ്പോൾ സത്യനന്ദിക്കാടിൻ്റെ മറ്റേ ഫീൽ ഗുഡ് മൂവികൾ മലയാളത്തിൽ ഇറങ്ങുന്നുണ്ട്. അതേപോലെ ലിജോ ജോസ് പല്ലിശ്ശേരി ജല്ലിക്കെട്ട് പോലുള്ള കാടിനെയും മനസ്സിൻ്റെ ഉള്ളിൽ കാട് സൂക്ഷിക്കുന്ന മനുഷ്യരെയും ആഖ്യാനിക്കുന്ന സിനിമകൾ വരുന്നുണ്ട്.
അതിനപ്പുറത്ത് അരവിന്ദൻ്റെ സിനിമകൾ വരുന്നുണ്ട്, അടൂർ ഗോപാലകൃഷ്ണൻ സിനിമയുണ്ട്. എല്ലാ പലവിധ സ്വഭാവങ്ങളുള്ള നറേറ്റീവുകൾ സിനിമകളിൽ വരുമ്പോൾ ആയിരിക്കും പ്രശ്നമില്ല. സാഹിത്യത്തിൽ ഇത് വരുമ്പോൾ ഇതെന്തോ നമ്മളൊക്കെ എന്തോ ഒരു കൊടും അപരാധം ചെയ്തതുപോലെയാണ് ഈ സെഷൻ്റെ വിഷയം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. പലതരത്തിലുള്ള അനുഭവങ്ങൾ അടയാളപ്പെടുത്തുമ്പോഴാണല്ലോ സാഹിത്യത്തിന് ഈ പലമയുടെ ഒരു സൗന്ദര്യം ഉണ്ടാകുന്നത്. അപ്പോൾ അത് അത്തരത്തിലുള്ള ഒരു ആഖ്യായിക ഇനിയും തുടരണം എന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. പിന്നെ ഹിംസ എന്ന് പറയുന്നത് മനുഷ്യൻ ആത്യന്തികമായി ദയാലു അല്ല, ഹിംസാലുവാണ്. എല്ലാ മനുഷ്യൻ്റെ ഉള്ളിൽ എന്ന് പറയുന്നില്ല, നിങ്ങൾ ചിലപ്പോൾ ചീത്ത പറയും, നിങ്ങൾ മനസ്സിൻ്റെ ഉള്ളിലൊന്നും ഹിംസാലു ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നിങ്ങൾ അക്ഷരോത്സവം കാണാൻ വരുന്നത്. ബേസിക്കലി മനുഷ്യന് നാച്ചർ ഹിംസാലുക്കളാണ് മനുഷ്യർ. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, അത് കുട്ടിക്കാലം തൊട്ടേ കുട്ടികൾ നിഷ്കളങ്കരാണെന്നൊക്കെ നാം പറയും. കുട്ടികളാണ് ഏറ്റവും കൂടുതൽ വയലൻസ്. ഒരു പ്രാണിയെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ തുമ്പിനെ കൊണ്ട് കല്ലടിപ്പിക്കുക, അതിൻ്റെ ചിറകെല്ലാം വലിച്ചു കീറി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുക, എന്നിട്ട് ഈ പറക്കാൻ പറ്റാത്ത പ്രാണിയെ പിടിച്ചിട്ട് കുപ്പിയിലിടുക, അതിലൊക്കെ കൈയടിച്ച് ചിരിക്കുന്ന കുട്ടികളെ നമ്മൾ കാണുന്നുണ്ട്. അവിടുന്ന് നമ്മളുടെ വയലൻസ് തുടങ്ങുന്നുണ്ട്. അത് വന്ന് പോകുന്ന നമ്മൾ ഈ വയലൻസ് പുതിയ കാലത്ത് പലതരം. ഇപ്പോൾ ഈ അടുത്ത് ഒരു പെൺകുട്ടി ബസ്സിൽ വെച്ച് ഒരാൾ എന്നെ തൊട്ടു എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടുമ്പോൾ ഈ ആൾക്കൂട്ടം എന്ന് പറയുന്ന ഫാസിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരെല്ലാം ഈ ആണിനെ തെറി പറയാൻ തുടങ്ങി, തെറിയോട് തെറി. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ഈ മനുഷ്യൻ ഇതിൽ ട്രോമയായിട്ട് അവിടെ ആര് തെറ്റ് ചെയ്തില്ല എന്നതിനപ്പുറത്ത് അവൻ ട്രോമയായിട്ട് ആത്മഹത്യയപ്പോൾ എല്ലാവരും ആരെ തെറി വിളിക്കാൻ തുടങ്ങി, ഈ പെണ്ണിനെ തെറി വിളിക്കാൻ തുടങ്ങി. അങ്ങനെ തെറി വിളിക്കാൻ കാരണങ്ങൾ കണ്ടെത്തുന്ന ഒരു മാനസികാവസ്ഥ നമ്മൾക്കുണ്ട്. അതുകൊണ്ടാണ് MT പറഞ്ഞത് സമൂഹത്തിന് ഒരു വേട്ടക്കാരൻ്റെ മനസ്സാണ്, അതെപ്പോഴും ഇരയെ തേടിക്കൊണ്ടേയിരിക്കുന്നു എന്ന് MT പറയാൻ കാരണം അതാണ്. നമ്മളിപ്പോൾ ഒരാളുടെ സങ്കടങ്ങളിൽ സങ്കടപ്പെടുമ്പോഴും സങ്കടങ്ങളിൽ സന്തോഷിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. മറ്റവനൊരു രോഗം വന്നു കഴിഞ്ഞാൽ അവന് രോഗം വന്നല്ലോ, അവൻ തീരാൻ പോവുകയാണോ എന്ന് സന്തോഷിക്കുന്ന എത്രയോ മനുഷ്യരെ. നാട്ടുംപുറം നന്മകളാൽ സമൃദ്ധം എന്ന് എൻ്റെ കവിത ഒക്കെ ഉള്ള ഈ നാട്ടിൽ അതേപോലത്തെ ഒരു നന്മകളുണ്ട് എന്ന് വിശ്വസിക്കുന്ന എൻ്റെ നാട്ടിൽ വരെ അത്തരത്തിലുള്ള ചിന്തകളുമായി ജീവിക്കുന്ന മനുഷ്യരെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്നേഹരാഹിത്യം, വേട്ടയാടപ്പെടുന്ന മനസ്സ് പ്രാചീന കാലം മുതലേ നമ്മൾ ഈ വേട്ടയാടി ജീവിച്ച മനുഷ്യൻ്റെ ജീനിൽ നിന്ന് ഇങ്ങനെ സംക്രമിച്ച് വരുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ സമൂഹം ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, അത്തരത്തിലുള്ള അവസ്ഥകൾ തുറന്നു കാണിക്കുക കൂടി ഒരു എഴുത്തുകാരൻ ചെയ്യേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് പുതിയ കാലത്ത് ഇപ്പോൾ അടിയിൽ ഷിൻലാൽ വളരെ രസകരമായിട്ട് ആഖ്യാനിച്ചിട്ടുണ്ട്. ഗ്രേസി ടീച്ചറുടെ ആദ്യകാലം തൊട്ടുള്ള എല്ലാ കഥകളിലും മനുഷ്യൻ ചെയ്യുന്ന വയലൻസുകൾ വളരെ വളരെ ഇമോഷണലി അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ഞാനും എൻ്റേതായ രീതിയിൽ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് ഇതിനെക്കുറിച്ച് പ്രാഥമികമായി പറയാനുള്ളത്. ഗ്രേസി ടീച്ചർ ഒരുപക്ഷെ ഇതിൻ്റെ മറുപുറം സംസാരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. കാരണം ഈ വയലൻസ് ഇപ്പോൾ ഷാജി പറഞ്ഞതുപോലെ ഈ വയലൻസിൻ്റെ പ്രിമിറ്റീവായിട്ടുള്ള വയലൻസ് എന്ന് പറയുന്നത് അതൊരു സമൂഹത്തിന് മൊത്തം ചാർത്തി കൊടുക്കേണ്ടതാണോ അതോ ഒരു പുരുഷാധിപത്യ മനോഭാവത്തിനകത്ത് നിൽക്കുന്നതാണോ എന്നുള്ളതാണ് ഒരു ചോദ്യം. നമ്മുടെ ഈ വിഷയത്തിൽ പറയുന്ന അനുഭവ പരിസരം, അതിൻ്റെ പ്രദേശം, അതൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നത് മിക്കവാറും പുരുഷന്മാരാണ്. ഇപ്പോൾ ജീപ്പ് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് പിന്നിലെ ക്യാബിനിൽ മാത്രം ഇരിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. മല എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് മാത്രം കയറാൻ പറ്റുന്ന അവരുടെ ആഘോഷ ഇടങ്ങളാണ്. വെടിയിറച്ചി പാകം ചെയ്യാൻ മാത്രമുള്ള സ്ത്രീകളെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ സത്യത്തിൽ ഈ അക്രമവാസന, അത് പ്രിമിറ്റീവായ അക്രമവാസന നമ്മൾ ക്യാരി ചെയ്യുന്നതുണ്ടെങ്കിൽ ആ ക്യാരി ചെയ്യുന്നത് പുരുഷന്മാരിലൂടെയാണ് എന്ന് തോന്നിയിട്ടില്ലേ? എൻ്റെ കഥകളിൽ ഈ പറയണ പോലെ ഒരു പുരുഷാധിപത്യത്തിൻ്റെ ഒരു സംഗതി ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ കഥയിൽ ജീപ്പില്ല, തോക്കില്ല, വെടിയിറച്ചി ഒരു കഷ്ണം പോലും ഇല്ല. പച്ച മനുഷ്യൻ്റെ സ്വപ്നങ്ങൾ മാത്രമേ ഉള്ളൂ എൻ്റെ കഥകളിൽ. എനിക്ക് തോന്നുന്നത് ഷാജിയെ പോലെ വടക്കോട്ടുള്ള ആളുകളുടെ കയ്യിലാണ് ഇത്തരം കഥകൾ കൂടുതൽ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഭൂപ്രകൃതിക്ക് ഒരു പ്രത്യേകതയുണ്ട്, അവരുടെ സംസ്കാരത്തിന് പ്രത്യേകതയുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. അതിലൊക്കെ തീർച്ചയായിട്ടും ജീവിത സത്യങ്ങളുണ്ട്, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ അപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് 3 കൊല്ലം മുമ്പ് ഞാൻ മാതൃഭൂമി വിഷുപ്പതിപ്പിൻ്റെ ജൂറി ആയിട്ടിരുന്നിരുന്നു. അപ്പോൾ വന്നിരുന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കഥകളിൽ 3/4 ഉണ്ടാണി ഇതേമാതിരി കഥകളാണ്. ബാക്കിയുള്ള പച്ച മനുഷ്യൻ്റെയോ അവൻ്റെ സ്വപ്നങ്ങളുടെയോ അല്ലെങ്കിൽ
മറ്റെന്തെങ്കിലും ഒന്നും കാണില്ല, ഇത് തന്നെ. ഇതെല്ലാം എഴുതിയത് ഒരാളാണോ എന്ന് നമ്മൾ ശങ്കിച്ചു പോകുന്ന തരത്തിലുള്ള കഥകളാണ് വന്നിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് എന്നെ അത്രയധികം ബാധിക്കുന്ന ഒരു വിഷയമല്ല ഇത്. എൻ്റെ കഥകളെന്ന് പറയുന്നത് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത്, ശരിക്കും ഒരു എഴുത്താളിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് വൈവിധ്യമുള്ള കഥകൾ എഴുതുക എന്നുള്ളതാണ്. അത് വൈവിധ്യം പ്രമേയപരമായിട്ടാകാം, അതുപോലെ തന്നെ ഭാഷാപരമായിട്ടാകും. ഇപ്പോൾ ശാജികുമാറിൻ്റെ മരണവംശം പൊനം വായിച്ചവരെ അത്ഭുതപ്പെടുത്തില്ല. പക്ഷേ ഇത് അത്ഭുതപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൽ വളരെ ഫ്രഷായിട്ടുള്ള, അതിന് കൃത്യമായിട്ടൊരു മലയാളം വാക്ക് പറഞ്ഞാൽ അത് കിട്ടില്ല, അത്ര ഫ്രഷായിട്ടുള്ളൊരു ഭാഷയുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് എഴുതുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഭാഷാപരമായ ഒരു വെല്ലുവിളി അല്ലെങ്കിൽ പ്രമേയപരമായ വെല്ലുവിളി ഒക്കെയാണ്. ഇപ്പം നിരന്തരം ഇങ്ങനത്തെ ഈ പറയുന്ന വെടിയിറച്ചി, മലകയറ്റം, കള്ളുകുടി, ജീപ്പ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ കഥകളിലെ വൈവിധ്യം ഉണ്ടാവണമെന്നില്ല, ഉണ്ടാവാൻ സാധ്യതയില്ല. അതൊക്കെ ജീവിത സത്യങ്ങളാണെങ്കിൽ ആ ഒരേ സത്യത്തിൽ ഒന്നിലധികം പേരിങ്ങനെ പണിയുക എന്ന് പറയുമ്പോൾ അത്ര ഒരു സുഖമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ഒരു ആരോപണം ഉണ്ടാവും, ഞാൻ ലൈംഗികത തുറന്നെഴുതുന്ന ഒരു സ്ത്രീയാണെന്നൊക്കെ പറയും. തീർച്ചയായിട്ടും എനിക്ക് തുറന്നെഴുതാൻ ഒരു ഉളുപ്പുമില്ല, അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ അത് അത്യാവശ്യമുള്ള സന്ദർഭങ്ങളിൽ മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. അതാണ് പലരും കണക്കിലെടുക്കാത്ത ഒരു കാര്യം. പിന്നെ ഞാൻ വഴിമാറി സഞ്ചരിക്കാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വൈവിധ്യമുള്ള കഥകൾ എഴുതുന്ന തീവ്രമായ മോഹം കൊണ്ട്, മോഹിക്കാമല്ലോ ഇപ്പോൾ, മോഹം കൊണ്ട് ഞാൻ വഴിമാറി നടക്കും. പക്ഷെ അങ്ങനെ വഴിമാറി നടന്നാലും ഏതെങ്കിലും ഒരു തിരിവിൽ വെച്ച് ഒരു കുരുത്തം കെട്ട കഥ എന്നെ ചാടിപ്പിടിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഓരോ കഥകളൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ എഴുതുന്നത്. അപ്പോൾ ഈ ഇടയ്ക്ക് അങ്ങനെ എഴുതിയൊരു കഥയാണ് മുടി. അപ്പോൾ മുടി പബ്ലിഷ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഒരു വായനക്കാരൻ ചോദിക്കുകയാണ്, ഈ കഥയുടെ ലക്ഷ്യമെന്ത്? നമ്മളിപ്പോൾ ഒരു അമ്പ ചെയ്യുകയാണെങ്കിൽ, ഒരു തോക്കെടുത്ത് വെടിവെക്കാൻ ഒരുങ്ങുകയാണെങ്കിൽ, ഒരു കല്ലെടുത്ത് ആയം പിടിക്കുകയാണെങ്കിൽ ഒക്കെ അതിനൊരു ലക്ഷ്യം ഉണ്ടാവും. പക്ഷേ ഒരു കഥയ്ക്ക് എന്ത് ലക്ഷ്യം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ഒരു കൃത്യമായിട്ടൊരു ലക്ഷ്യം കഥയ്ക്ക് ആരെങ്കിലും നിർവചിച്ചിട്ടുണ്ടോ? ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതിനകത്ത് 2 ചിത്രം ഉണ്ടായിരുന്നാലും ഒരു ചിത്രത്തിൽ ഒരു യുവതിക്ക് അരയ്ക്ക് മേപ്പോട്ട് തുണി ഉണ്ടായിരുന്നില്ല പടം വരച്ചപ്പോൾ. അപ്പോൾ ഒരു വായനക്കാരൻ പറയാണ്, പോർണോഗ്രഫിക്ക് നിയമങ്ങളുണ്ടെന്നറിയാമോ? ഞാനെന്തോ ചെയ്ത പോലെയാണ്, ചിത്രകാരനോടായിരിക്കും ചോദിക്കുന്നത്. പോർണോഗ്രഫിക്ക് അത് ശിക്ഷ വിധിക്കാൻ മാത്രം, ശിക്ഷ കിട്ടാൻ മാത്രമുള്ളൊരു കുറ്റമാണെന്നുള്ള ധാരണയുണ്ടോ? ഇനി ഇത് ആവർത്തിച്ച് കഴിഞ്ഞാൽ ഞാൻ കേസ് കൊടുക്കും എന്ന് ഭീഷണിപ്പെടുത്തി. അപ്പോൾ എനിക്ക് അയാളുടെ അഡ്രസ്സ് ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, ഇയാളുടെയൊക്കെ അപ്പനപ്പൂപ്പന്മാരുടെ കാലത്ത് ഇവിടെ മലയാളത്തിൽ ഏത് പെണ്ണാണ് അരയ്ക്ക് മുകളിൽ തുണി ഉണ്ടായിരുന്നത്? എന്നിട്ട് ആ ചരിത്രമൊന്നും അറിയാണ്ട് അത് നിങ്ങൾ ചാന്നാർലഹള ഉണ്ടായത് അങ്ങനെയല്ലേ? മേലുടുപ്പിടാൻ വേണ്ടി ഒരു പെണ്ണ് നടത്തിയ സമരത്തിൻ്റെ അനന്തരഫലമാണ് ചാന്നാർലഹള. ഈ ചരിത്രമൊന്നും അറിയാത്ത ആളോട് ഞാൻ എന്ത് പറയാനാണ്? എനിക്ക് വേണമെങ്കിൽ പറയാവും, എന്താ താൻ കേസ് കൊടുക്കുക എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇതൊന്നുമില്ലാത്ത ഒരു കഥയായിരുന്നു മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്ന് വീണ്ടും എന്ന കഥ. അപ്പോൾ ആ കഥയിൽ എനിക്ക് ക്രൈസ്റ്റിന് ഞാൻ ദൈവമായിട്ട് അംഗീകരിച്ചിട്ടില്ല. പക്ഷേ ക്രൈസ്റ്റിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു വ്യസനം ഉള്ളിൽ തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെ ആ വ്യസനത്തിൽ വീണ് കിട്ടിയൊരു കഥയായിരുന്നു അത്. അപ്പോൾ അത് അച്ചടിച്ച് വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് സാത്താനും പിശാചും യേശുവും തമ്മിൽ സംവാദമുണ്ട്. അപ്പോൾ അതിൽ പിശാച് പറയുന്നുണ്ട്, പിൽക്കാലത്ത് ദൂതൻ അവളെ വിട്ടുപോയി എന്നായിരിക്കും രേഖപ്പെടുത്തുക. അപ്പം നിൻ്റെ പിതൃത്വത്തെക്കുറിച്ച് ഇനി സംശയിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതായത് വന്ന ദൂതനാണ്, അല്ലാണ്ട് ദൈവമൊന്നും അല്ല നിൻ്റെ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പിശാച് അങ്ങനെ പരിഹസിക്കുന്നതാണ്. പക്ഷേ ഈ ഒരു മതഭ്രാന്തനായിരിക്കും ചിലപ്പോൾ എന്നോട് പറഞ്ഞത്, നിങ്ങൾ യേശുവിൻ്റെ അമ്മയെ അധിക്ഷേപിച്ചു, അവരുടെ ചാരിത്രത്തെ അവഹേളിച്ചു. ഇങ്ങനെയുള്ള കപട സദാചാരവാദികളും മതം എന്താണ് എന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാത്ത തീവ്രവാദികളും ഒക്കെ കൂടി കലയിൽ, സാഹിത്യം എന്ന കല മാത്രമല്ല മൊത്തം കലയും ജീവിതത്തെ തന്നെയും ഒരു വിഷമവൃത്തത്തിലാക്കുകയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാണ്ട് ഈ ജീപ്പോ മലയോ അല്ലെങ്കിൽ കള്ളോ ആ വക വിഷയമല്ല എനിക്കിപ്പോൾ ഇതാണ് വിഷയം. നമ്മൾ ഈ ടീച്ചർ പറഞ്ഞതുപോലെ ഈ പ്രദേശം, ജോഗ്രഫി ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. പക്ഷെ ഒരു കാലത്ത് നമ്മൾ ഈ ഗ്രാമങ്ങളിലാണ് ജീവിതമുള്ളത് എന്ന് പറഞ്ഞിടത്ത് നിന്ന് നഗരങ്ങളിലെ ജീവിതം നമ്മൾ മുകുന്ദനൊക്കെ എഴുതി തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ വായിച്ചു തുടങ്ങിയതാണ്. പക്ഷെ അതിൻ്റെ ഒരു രാഷ്ട്രീയം വളരെ ലൗഡായിട്ട് പറഞ്ഞിട്ടുള്ള ഒരാളാണ് താങ്കൾ. അപ്പം
ഈ പറയുന്ന ജോഗ്രഫിയും ഈ പറയുന്ന പ്രദേശവും ലൈഫിനും പുറത്ത് കഥകൾ എത്രത്തോളം സാധ്യമാണെന്നാണ് കരുതുന്നത്? അതിലേക്ക് വരുന്നതിന് മുമ്പ് ഷാജികുമാറും സംസാരിച്ചതിൻ്റെ ഒരു തുടർച്ച പറയാം. അടിസ്ഥാനപരമായി കാടെന്ന് പറയുന്നത് അതിനൊരു വയലൻസ് ഉണ്ട്. അത് പക്ഷെ ഒരു സർവൈവലുമായിട്ട് ബന്ധപ്പെട്ട വയലൻസാണ് കാടിനുള്ളത്. അത് ആ കാടെന്ന് പറഞ്ഞാൽ ആ കാട്ടിലെ ജീവികളും അവിടെ ജീവിക്കുന്ന മനുഷ്യരും കൂടെ ചേർന്ന ഒരു ആവാസ വ്യവസ്ഥയിൽ അനുവദനീയമായൊരു വയലൻസ് നിലനിൽക്കുന്നുണ്ട്. അത് ആയിരക്കണക്കിന് വർഷങ്ങളായി അത് നിലനിൽക്കുന്നുണ്ട്. അത് ഇവരുടെ ആ ജീവികളുടെ എല്ലാം, മനുഷ്യനുൾപ്പെടെ അതിനകത്ത് ജീവിക്കുന്ന സകല ജീവികളുടെയും സർവൈവലുമായിട്ട് ബന്ധപ്പെട്ട സംഗതിയാണ്. ആ വയലൻസ് ആവശ്യമാണ് പ്രകൃതിയിൽ. എന്നാൽ ഇത് എപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന കഥയിലെ വിഷയത്തിലേക്ക് വരുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ നാട്ടിൽ നിന്ന് ജീപ്പ് ഓട്ടിച്ച് അങ്ങോട്ട് പോകുന്നു, അവിടെ പുതിയൊരു ക്രമം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് ഈ പറഞ്ഞ തരത്തിലുള്ള വയലൻസും ഈ പറഞ്ഞ തരത്തിലുള്ള കഥകളും ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് ഈ ഡാറ്റ എടുത്താൽ മനസ്സിലാവും. ഈ ആദിവാസി സമൂഹങ്ങളിൽ നിന്ന്, എനിക്കറിയാവുന്ന തിരുവനന്തപുരത്തെ ആദിവാസി സമൂഹങ്ങളായ കാണിക്കാർ ഇതിൽ നിന്ന് കൊലപാതകങ്ങൾ, മോഷണം, ഇതൊന്നും ഒരു ഘട്ടം വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അവരിൽ നിന്ന് ആരെയും കൊലപാതകത്തിന് ശിക്ഷിച്ചിട്ടില്ല, അവർ എവിടെയെങ്കിലും കൊള്ള നടത്തിയതിന് ശിക്ഷിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ ഒരു സ്വാതന്ത്ര്യപൂർവ്വ കാലത്താണ്. അല്ലെങ്കിൽ ഇവർ ഏതെങ്കിലും ബാങ്ക് പോയി ഫ്രോഡ് നടത്തി പിടിച്ചിട്ടില്ല. അങ്ങനെ വയലൻസ്, അത്തരം വയലൻസ് ഇല്ലാത്ത ഒരു സമൂഹമാണ് ഇവിടെ നിന്നല്ല ലോകത്തിലെ എല്ലാ കാട്ടിലും ജീവിക്കുന്നത്. അവിടെ സർവൈവലുമായിട്ട് വേണ്ടപ്പെട്ട വയലൻസ്, പിന്നെ മനുഷ്യൻ്റെ അടിസ്ഥാന വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വയലൻസൊക്കെ നമ്മളിലുള്ളതുപോലെ അവരിലുണ്ട്. ആ വയലൻസ് എക്സാഗ്രേറ്റ് ചെയ്തൊരു വളരെ വളർന്ന എസ്കലേറ്റ് ചെയ്തൊരു സമൂഹമാണ് നമ്മൾ കാണുന്ന മോഡേൺ സൊസൈറ്റി എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ അവരെ വിളിക്കുന്നത് പ്രാകൃതർ എന്നും കാടരെന്നും വിളിക്കും. നമ്മൾ ഏറ്റവും മോഡേൺ മനുഷ്യരെന്ന് പറഞ്ഞ് ഡ്രസ്സിട്ടിരുന്നിട്ട് നമ്മളാണ് ആറ്റം ബോംബ് കണ്ടുപിടിച്ചത്, ആദിവാസികളല്ല. നമ്മളാണ് ഈ ലോകത്തുള്ള സംഹാര ആയുധങ്ങളെല്ലാം കണ്ടുപിടിച്ചത്, ഭീകര സംഘടനകൾ കണ്ടുപിടിച്ചത്, വർഗീയത എന്നുള്ള ആശയം കണ്ടുപിടിച്ചത്, മനുഷ്യനെ ഭിന്നിപ്പിക്കാൻ പഠിച്ചത്. ഇതെല്ലാം നമ്മളാണ്. ഈ മോഡേൺ മനുഷ്യനെന്ന് പറയുന്ന നാഗരിക മനുഷ്യരാണ് ഇതെല്ലാം കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഈ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന മനുഷ്യരെ കാടർ എന്ന് വിളിക്കും, അല്ലെങ്കിൽ അപരിഷ്കൃതർ എന്ന് വിളിക്കും. എന്നാൽ അവരുടെ വളരെ ഉയർന്ന ഒരു ധാർമ്മിക മൂല്യത്തിലാണ് ആ മനുഷ്യർ ജീവിക്കുന്നതെന്ന് ഒരുപക്ഷെ അതിലോട്ട് ഇടപെട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടേക്ക് നമ്മൾ ഈ ജീപ്പ് ഓടിച്ച് കയറുകയാണ് ചെയ്തത്. കഴിഞ്ഞ കേരളത്തിനെ സംബന്ധിച്ച് കേരളത്തിലെ കുടിയേറ്റ കാലഘട്ടമുണ്ട്. ആ കുടിയേറ്റത്തിൻ്റെ കഥയാണ് ആദ്യഘട്ടത്തിൽ വന്നത്. കുടിയേറ്റത്തിൻ്റെ ബുദ്ധിമുട്ടുകളാണ്. ഇപ്പം കാക്കനാടൻ എഴുതിയ ആയിക്കോട്ടെ, ആ കാലഘട്ടത്തെ കഥകളിൽ ഇവിടുന്ന് മനുഷ്യർ കോട്ടയത്തുനിന്നും ഇടുക്കി, വയനാടിലും ഒക്കെ പോയി സെറ്റിൽമെൻറ്റ്സ് ഉണ്ടാക്കിയതും അതിനനുഭവിച്ച കഥയും പ്രകൃതിയോട് മല്ലിട്ട കഥകളുമാണ് ഉണ്ടായിരുന്നത്. ആ തലമുറ കഴിഞ്ഞു. അവർ സമ്പന്നരായി, അവർ പിടിച്ചടക്കി ഭൂമിയുടെ അവകാശികളായി വലിയ സമ്പന്നരായവരുടെ രണ്ടാം മൂന്നാമത്തെ തലമുറയാണ് ഇന്നിരുന്നിട്ട് അവിടെ ജീപ്പ് ഓടിച്ച് കയറി അവിടെ ചാരായം വാറ്റി കുടിച്ച് അത് ആഘോഷമാക്കുന്ന ഈ പറഞ്ഞ തലമുറ. ആ തലമുറയുടെ കയ്യിൽ നിന്നാണ് ഈ കഥ ഉണ്ടാവുന്നത്. ആ തലമുറ ഈ കഥയും ഒറോദ എഴുതിയ കാലത്ത് അതിൻ്റെ സങ്കടങ്ങളുടെ കഥയുമായിരുന്നു, അല്ലെങ്കിൽ ആ പോരാട്ടത്തിൻ്റെ കഥയാണ്. ഇത് ഇപ്പോൾ വരുന്നത് അധിനിവേശം നടത്തിയ കഥയാണ്, അധിനിവേശത്തിന് ശേഷമുള്ള കഥകളാണ്. ഈ രണ്ട് കാലഘട്ടത്തിൽ നിന്നിട്ട് വേണം ഇത് രണ്ടിനും പരിശോധിക്കാൻ. അതിൻ്റെ ഒപ്പം ഈ പറഞ്ഞ പോലെ ഞാൻ നാഗരിക മനുഷ്യരിലേക്ക് വരാം. ഈ പറഞ്ഞ പോലെ നഗരങ്ങളുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് വളരെ, നമ്മൾ വിചാരിക്കും ഗ്രാമങ്ങൾ അത്ര പരിശുദ്ധമായ സംഗതിയൊന്നുമല്ല. നേരത്തെ പറഞ്ഞ പോലെ നാട്യപ്രധാനം, നഗരം ദരിദ്രം, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധമൊന്നുമല്ല. അതൊക്കെ വെറും ഏതോ ഒരു കാൽപ്പനിക സങ്കല്പമാണ്. ഒരു നന്മയും അവിടെയും ഇല്ല, ഇവിടെയും ഇല്ല. ഈ നമ്മളീ പറയുന്ന നഗരം അതിങ്ങനെ വൈബ്രൻ്റായിട്ട് ചേഞ്ച് ചെയ്യുന്ന ഒരു സൊസൈറ്റിയാണ്. അതിനെ നമ്മൾ നോക്കിയിരിക്കെ അത് വേറെ രൂപത്തിലാവും. അതൊരു ഓന്തിനെ പോലെ നിറം മാറുന്നൊരു സംഗതിയാണ്. അതിൻ്റെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ മെജോറിറ്റിയുടെ പൊളിറ്റിക്സാണ്. ഒരു മെജോറിറ്റി ആശയം ഈ ഒരു സമൂഹത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ നഗരം എത്രയും പെട്ടെന്ന് അതിൻ്റെ പിറകെ പോകും. അതെത്രയും ഡിവിസീവായ വിഭജനാത്മകമായ ആശയമാണെങ്കിലും ഈ നാഗരിക മനുഷ്യൻ അതിൻ്റെ പിറകെ പെട്ടെന്ന് ഓടിപ്പോവും. കാരണം ഇവർ അത്തരം വലിയ കൂട്ടങ്ങളെ ആഗ്രഹിക്കുന്നവരാണ്. ഈ വലിയ കൂട്ടങ്ങളെ ആഗ്രഹിച്ചതുകൊണ്ടാണ് മനുഷ്യൻ നഗരങ്ങളുണ്ടാക്കിയത്. മനുഷ്യൻ നഗരം ഉണ്ടാക്കുന്ന കാര്യം തന്നെ വലിയ കൂട്ടങ്ങളിൽ താമസിക്കണമെന്ന ആഗ്രഹത്തിൽ നിന്നാണ്. അല്ലെങ്കിൽ വലിയ കൂട്ടങ്ങൾക്ക് ഉണ്ടാക്കുന്ന സൗകര്യങ്ങൾ കിട്ടും എന്നുള്ള അർത്ഥത്തിലാണ് നഗരങ്ങളെ അവരുണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ നഗരങ്ങൾക്ക് വലിയ കൂട്ടങ്ങൾ എന്ത് സ്വീകരിക്കുന്നോ അതിൻ്റെ പിറകെ പോകാനുള്ളൊരു ടെൻഡൻസി നാഗരിക മനുഷ്യൻ എന്ന് പറഞ്ഞ മനുഷ്യനുണ്ട്. എന്നാൽ അങ്ങനെയല്ല മറുഭാഗത്തുള്ള പ്രാകൃത മനുഷ്യൻ. അവരവിടെ എവിടെയോ ഉറച്ച്, ഒരുപക്ഷെ ഒരു 10,000-20,000 വർഷം മുമ്പൊക്കെ
ഉറച്ചു പോയ ഒരു സംസ്കാരത്തിൽ അവിടെ നിന്ന് അതൊക്കെ മതിയെന്ന് ജീവിക്കുന്നൊരു സമൂഹം കൂടി നമ്മുടെ വർത്തമാനകാലത്ത് ജീവിക്കുന്നുണ്ട്. നമ്മുടെ കഥകളിൽ നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ ടീച്ചർ ജഡ്ജായിരുന്നപ്പോൾ വന്ന കഥകളെല്ലാം ഒരുപോലെ ഇരിക്കുന്നെങ്കിൽ അതിനൊരു കാരണമുണ്ട്. കാരണം ഓരോ കാലഘട്ടത്തിലും ഒരു പ്രത്യേകതരം ഭാവുകത്വം കഥയിലുണ്ടാകും. അതൊരു പക്ഷേ കുറച്ച് പേര് സൃഷ്ടിക്കുന്നതാവാം. അങ്ങനെ എഴുതിയാൽ മാത്രമേ ശ്രദ്ധയിൽ വരൂ എന്നൊക്കെയുള്ള സംഗതി ഓരോ സമയത്തും ഉണ്ടായെന്ന് വരാം. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാനൊക്കെ കഥ തുടങ്ങുന്ന സമയത്ത് 2016, 2017 ആ സമയത്തൊക്കെ ഏറ്റവും സജീവമായ സംഗതി ഈ വെടിയിറച്ചി, തോക്ക്, ഇങ്ങനെയുള്ള സംഗതികളായിരുന്നു. അപ്പോൾ എൻ്റെ കഥ പലയിടത്തും പ്രസിദ്ധീകരിക്കാതെ വരുമ്പോൾ എൻ്റെ ചില വളരെ അഭ്യുദയകാംക്ഷികൾ എന്നോട് പറഞ്ഞു, നീ ഇതുമാതിരി ഒരു കഥ എഴുതി പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കറിയണ്ടേ, അത് അവിടെ ഉണ്ടായ കഥ, അവരുടെ രീതികളിൽ നിന്നുണ്ടായ കഥ. ഞാൻ ഈ ഇടനാട്ടിൽ ജീവിക്കുന്ന എനിക്കെങ്ങനെ ഇത് എഴുതാൻ പറ്റും? എന്തെങ്കിലും എൻ്റെ കഥ, ഞാനെഴുതുന്ന കഥ പ്രസിദ്ധീകരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നത് ഓരോ പീരീഡിലും ഇത്തരം ഭാവുകത്വങ്ങളുണ്ടാവും. അത് ആ പീരീഡ് കഴിയുമ്പോഴത്തേക്ക് അതിലെ നല്ല കഥകൾ അവശേഷിക്കും, ബാക്കി അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നതാണ്. ഏറ്റവും മനോഹരമായ കഥ ബുദ്ധവധൻ. ഈ പറഞ്ഞ പോലെ ടീച്ചർ പറഞ്ഞ പോലെ ബുദ്ധപദം എന്നൊരു കഥ ഞാൻ എഴുതിയിട്ടുണ്ട്. അത് ഒരു 30 സന്യാസിമാരും 30 ഗുണ്ടകളും ഒരു വീട്ടിൽ ഒരു കെട്ടിടത്തിൻ്റെ മുകളിലും താമസിക്കുന്ന കഥയാണ്. അത് കാലാന്തരത്തിൽ ഈ സന്യാസിമാർ ഗുണ്ടകളായും ഗുണ്ടകൾ സന്യാസിമാരായും മാറുന്ന ഒരവസ്ഥയുണ്ട്. സംഗതി ഇത് രണ്ടും നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ ഒരേ സമയം സന്യാസിയും ഒരേ സമയം ഗുണ്ടയുമാണ്. അത് നമ്മുടെ പരിണാമത്തിൻ്റെയും നമ്മുടെ സംസ്കാരത്തിൻ്റെയും ഒക്കെ ഒരു സവിശേഷതയിൽ ആർജിച്ചെടുത്ത ഒരു സംഗതിയാണത്. കൂട്ടത്തിൽ ആഡ് ചെയ്തുകൊണ്ട് ചോദിക്കുകയാണ്, ഈ ഷിൻലാലിൻ്റെ കഥകളിൽ വളരെ ലൗഡായിട്ട് രാഷ്ട്രീയം പറയുന്നൊരു എഴുത്തുകാരനാണ് ഷിൻലാൽ. നമുക്ക് ഇതിനകത്ത് ഇപ്പം വളരെ ഈ സട്ടിലായി ഈ വൈകാരികതകളെയും അതിൻ്റെ ജീവിത പരിസരത്തെയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത്ര ലൗഡായിട്ട് രാഷ്ട്രീയം പറയുന്നതിന് എന്തെങ്കിലും കാരണമുണ്ടോ? അതായത് രാഷ്ട്രീയം, നമ്മളെ പ്രശസ്തമായ ചൊല്ലുണ്ടല്ലോ, ഈ നമ്മൾ രാഷ്ട്രീയത്തിൽ ഇടപെട്ടില്ലേ രാഷ്ട്രീയം നമ്മളെ കയറി മേയും എന്ന് പറയുന്ന ആ ചൊല്ല്. അപ്പം ബേസിക്കലി നമുക്ക് രാഷ്ട്രീയം പറയണമെങ്കിൽ രാഷ്ട്രീയം തന്നെ പറയണം. രാഷ്ട്രീയത്തെ നിങ്ങൾ അഭിസംബോധന ചെയ്യണമെങ്കിൽ രാഷ്ട്രീയം പറയണം. അല്ലാതെ രാഷ്ട്രീയം ഞാനൊരു പ്രണയ കഥ എഴുതി അതിൽ കോളേജിൽ മറ്റേ പ്രൊഫസർമാർ കുത്തിയിരുന്നിട്ട് അതിനകത്ത് രാഷ്ട്രീയം കണ്ടുപിടിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനമില്ല. അത് അക്കാഡമിക് തലത്തിൽ ഒരു പക്ഷേ അതിനകത്ത് രാഷ്ട്രീയം കണ്ടെത്തി അയാൾക്ക് ഡോക്ടറേറ്റ് എടുക്കാൻ പറ്റും. പക്ഷേ നമ്മൾ രാഷ്ട്രീയത്തിനെ അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ രാഷ്ട്രീയ കഥ വേണം. രാഷ്ട്രീയം അവിടെ അഡ്രസ്സ് ചെയ്യപ്പെടണം. ആരാണോ എന്താണോ നമ്മുടെ രാഷ്ട്രീയം അത് വെളിപ്പെടും. ഉദാഹരണത്തിന് ഞാൻ ആദ്യകാലത്ത് എഴുതിയ കഥയാണ് നരോദപ്പാട്ടിൽ നിന്നുള്ള ബസ് എന്ന് പറഞ്ഞ കഥ. അത് ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ വ്യാപ്തിയുള്ള കൂട്ടക്കൊലപാതകമാണ്, വംശഹത്യയാണ്. അപ്പോൾ അതിന് എനിക്ക് 2002 നടക്കുന്നത്. ഞാനത് എഴുതുന്നത് 2016 13 14 കണ്ടാണ്. പക്ഷേ ഈ പീരീഡ് അത്രയും എൻ്റെ മനസ്സിൽ ഞാനതിനെ കൊണ്ടു നടക്കുകയാണ്. നിങ്ങൾക്കറിയാം 2002 ആ നടന്ന ആ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊലപാതകം ഒരു രാഷ്ട്രീയ രൂപം കൊള്ളുന്നത് പിന്നീട്, അല്ലെങ്കിൽ ഒരു ഒരു മൂർത്തരൂപം കൊള്ളുന്നത് 2014 ആ ഒരു പീരീഡ് ആകുമ്പോഴത്തേക്കാണ്. അപ്പോൾ നമ്മൾ ഈ കഥ എഴുതിയില്ല, ഞാൻ വേറൊരു ഒരു സിംബോളിക്കായിട്ട് കഥ എഴുതിയിട്ട് വല്ല കാര്യമുണ്ടോ? അങ്ങനെ അത് അഡ്രസ്സ് ചെയ്യേണ്ട സമയത്ത് അത് അഡ്രസ്സ് ചെയ്യണം. അങ്ങനെയാണ്. ടീച്ചറിപ്പോൾ പറഞ്ഞൊരു കാര്യം അത് പ്രസക്തമാണെന്ന് തോന്നുന്നു. അതായത് ഒരു പുതുതലമുറ എഴുത്തുകാരെ കണ്ടെത്താനുള്ള ഒരു മത്സരത്തിൽ വരുന്ന കഥകൾ ഒട്ടുമിക്കതും ഈ ജീവിത പരിസരങ്ങളുടെ ഒരു ആവർത്തനമായി മാറുന്നുണ്ട്. അത് ഇപ്പം നമ്മളിപ്പോൾ കാക്കനാടൻ തൊട്ട് വായിച്ചു തുടങ്ങിയ അതേ ജീവിത പരിസരം, പക്ഷേ അങ്ങനെയല്ലാതെ വ്യത്യസ്തമായ രീതിയിൽ ഇപ്പോൾ ഷാജി എഴുതുന്നുണ്ട്, ഇന്ദുഗോപൻ എഴുതുന്നുണ്ട്, ഹരീഷ് എഴുതുന്നുണ്ട്. അതൊക്കെ അതിൻ്റെ ഒരു വളരെ മൈന്യൂട്ടായിട്ടുള്ള ജീവിത പരിസരവും ആ സ്ഥലവും അതിൻ്റെ നാടകീയതയും ഒക്കെ കൊണ്ട് അത് വേറിട്ട് നിൽക്കുകയും വേറൊരു അനുഭവം തരികയും ചെയ്യുന്നതാണ്. പക്ഷേ ഈ സങ്കേതങ്ങൾ ഒരേപോലെ ആവർത്തിക്കുന്നത് അത് ഈ എഴുത്തിനെ എങ്ങനെ എത്തിക്കും എന്നുള്ളതൊരു പ്രശ്നമല്ലേ? ഞാൻ മരണവംശം എന്ന നോവലിൽ മാത്രമാണ് ഈ കാടും പിന്നെ കാട്ടിൽ പോകുന്ന മനുഷ്യരും വെടിയിറച്ചിയും റാക്കുമൊക്കെ കടന്നു വന്നത്. പക്ഷെ എൻ്റെ കഥാസമാഹാരങ്ങളിലെ കഥകളൊക്കെ ഭയങ്കര നിഷ്കളങ്കമായ കഥകളാണ്. വലിയ ഉപദ്രവമൊന്നുമില്ലാത്ത പാവം മനുഷ്യരാണ്. കിടപ്പറ സമരം തന്നെ വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് തന്നെ മനുഷ്യരെ പാവം തോന്നും.
അത് ഈ പ്രമേയം അങ്ങനെ ആയതുകൊണ്ട് അത് ആവശ്യപ്പെടുന്ന രീതിയിൽ അതിനെ ഞാൻ കൺവേർട്ട് ചെയ്തതാണ്, അതിനെ ഞാൻ നറേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ എഴുതിക്കൊണ്ടിരുന്ന നോവല് കാട് വെടി ഒന്നുമില്ല, ടീച്ചറില്ല, ഒന്നുമില്ല. അത് കടലിലെ പാവം മനുഷ്യരുടെ കഥയാണ്. അത് നമ്മളെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത് മോശമാണ്. പിന്നെ ഈ സംഭവം ഇത് ഇപ്പോൾ ടീച്ചർ പറഞ്ഞത് മാതൃഭൂമി ആശുപത്രിയിൽ വന്ന കഥകൾ ഈ കാടും തോക്കും എടുക്കാൻ കാരണം വെച്ചാൽ അത് ഈ കുട്ടികൾ നിഷ്കളങ്കരായതുകൊണ്ടാണ്. ഇപ്പോൾ അനിയത്തിപ്രാവ് എന്ന് പറയുന്ന ചാക്കോച്ചൻ്റെ സിനിമ വന്ന സമയത്ത് ഭയങ്കര ഹിറ്റായ പടമാണ് അനിയത്തിപ്രാവ്. അപ്പോൾ ആ പടം ഇറങ്ങിയപാട് അതേ പേസിൽ കുറേ സിനിമ ഇറങ്ങി. കാരണം അത് ഹിറ്റായതുകൊണ്ട് അത്തരത്തിലുള്ള കഥ വെച്ചിട്ട് സിനിമ ചെയ്ത് കഴിഞ്ഞാൽ ഹിറ്റാവും എന്നുള്ള തോന്നലുണ്ട്. ഇപ്പോൾ ഈ ലോക എന്ന് പറഞ്ഞ സിനിമ മറ്റേ കല്യാണി പ്രിയദർശൻ്റെ ഒരു ഹൊറർ പടമാണ്. ആ ഹൊറർ പടത്തിന് ശേഷം ഇപ്പോൾ നിങ്ങൾ നോക്കി ഹൊററിൻ്റെ ഒരു വരവാണ് മലയാള സിനിമയിൽ. അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളിങ്ങനെ അത് വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ചർച്ച ചെയ്യപ്പെടുമെന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഈ കുട്ടികൾ എഴുതുന്നത്. കുട്ടികളുടെ അങ്ങനെ ഒരു തീരുമാനമാണല്ലോ. പിന്നെ ഈ ഹിംസയെ കുറിച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയുള്ള കാര്യം, ലോകത്തിലെല്ലാം നല്ല കൃതികളും ഹിംസയെയാണ് വിശകലനം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ മാർത്താണ്ഡവർമ്മ, മഹാഭാരതം, രാമായണം, യുദ്ധവും സമാധാനവും, പിന്നെ ഒരുപാട്. അപ്പോൾ ഈ ഹിംസയെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ കിട്ടുന്ന വെച്ചാൽ ഹിംസയിൽ നിന്ന് അഹിംസയിലേക്കുള്ളൊരു വഴി എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ള ഒരു തിരിച്ചറിവ് അത്തരം കൃതികൾ വായിക്കുമ്പോൾ നമുക്ക് കിട്ടും. ഇപ്പോൾ മഹാഭാരതം വായിച്ചു കഴിഞ്ഞാൽ ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട എന്ന് നമ്മൾ സങ്കടത്തോടെ മനസ്സിലാക്കും. പക്ഷേ യുദ്ധങ്ങൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞ പ്രാന്തൻ, അപ്പുറത്ത് വേറെ കുറേ പ്രാന്തന്മാരെല്ലാം കൂടിയിട്ട് നാട് കുട്ടിച്ചോറായിക്കൊണ്ടിരിക്കുക. പക്ഷേ നമ്മൾ ഈ കൃതികളൊക്കെ വായിച്ചുകൊണ്ട് ഈ ലോകം നന്നാവുമെന്ന് എനിക്കൊരു പ്രതീക്ഷയൊന്നുമില്ല. അപ്പോൾ ഹിംസയെ നമ്മൾ വിശകലനാക്കുന്ന കൃതികൾ പെഡ്രോ പരാമാഹോ, ഹുവൻ റുൾഫയുടെ, അതൊക്കെ ഹിംസയാണ് അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഹിംസയിൽ നിന്ന് മനുഷ്യത്വത്തിലേക്കുള്ള യാത്രയാണ് നല്ല കൃതികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ആത്യന്തികമായിട്ട് ഈ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നേരത്തെ പറഞ്ഞതിന് തുടർച്ച പറയാം, ഈ ഏറ്റവും കൂടുതൽ ഫ്രോഡായിട്ടുള്ള മനുഷ്യരാരായിരുന്നു അറിയോ? ഈ നന്മ കൂടുതൽ പറയുന്ന ആൾക്കാർ, ഈ നന്മയെക്കുറിച്ച് പ്രസംഗിക്കുന്ന ആൾക്കാർ, ജീവിത വിജയത്തെക്കുറിച്ച് ഇങ്ങനെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾ, ലോകം സ്നേഹത്താൽ ചുറ്റപ്പെട്ടുകൊണ്ട് പോകുന്ന കുറേ കൊണ അടിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരൊക്കെ എൻ്റെ അനുഭവത്തിന് ഭയങ്കര ഫ്രോഡായിട്ട് തോന്നിയിട്ടുണ്ട്. ഇങ്ങനെയൊന്നും പറയാതെ കുറച്ച് ഇൻഫീരിയർ റോഡിലൊക്കെ ജീവിക്കുന്ന, അത്യാവശ്യം മനുഷ്യരെ ഇങ്ങനെ പ്രകടനപരതയില്ലാതെ സ്നേഹിക്കുന്ന ആളുകളാണ് കുറച്ചും കൂടെ ജെന്യൂനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഹിംസ എന്ന് എല്ലായിടത്തും ഉണ്ട്. നമ്മളിപ്പോൾ ഭയങ്കര വിദ്യാഭ്യാസമുള്ള ഒരാൾ പിന്നെ സ്വന്തം വീട്ടിൽ ഭാര്യയോടൊക്കെ ചെയ്യുന്നിടത്തോളം എന്തിനാണ് അയാൾ ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല തോന്നുന്നു. ജോലി സ്ഥലത്തിലുള്ള പീഡനങ്ങൾ. അപ്പോൾ ഹിംസ അങ്ങനെ പലതരത്തിലുള്ള ഹിംസകളുണ്ട്. ഈ വെടിവെച്ച് കൊല്ലുന്നത് മാത്രമല്ല ഹിംസ. നമ്മൾ ഒരാളെ ട്രോമയിലേക്കും ആ ട്രോമയിലൂടെ അയാൾ ആത്മഹത്യയിലേക്കും തള്ളിയിടുന്നതിലും ഹിംസയുണ്ട്. അപ്പോൾ ആ ഹിംസയെ ആണ് എഴുത്തുകാരെല്ലാവരും അടയാളപ്പെടുത്തുന്നത്. ഇവിടെ കുറ്റങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് എഴുത്തുകാരുണ്ടാകുന്നത്. അതിന് നമ്മൾ കുറ്റം ചെയ്യുന്നവരോടുകൂടി കടപ്പെട്ടിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ കുറ്റങ്ങളില്ലെങ്കിൽ എല്ലാവരും ഭയങ്കര നന്മയും സ്നേഹമുള്ള മനുഷ്യരാണെങ്കിൽ എഴുത്തുകാരൻ എന്ത് കഥ എഴുതും? അവസാനം ക്രിഞ്ച് കഥകൾ വായിച്ചെടുത്ത വായനക്കാർ മലയാള സാഹിത്യവും ലോക സാഹിത്യവും വെറുക്കും. അപ്പോൾ ഞാൻ എന്ന എഴുത്തുകാരൻ കടപ്പെട്ടിരിക്കുന്നത് എൻ്റെ കഥകളിൽ വന്ന മനുഷ്യർ ചെയ്ത തെറ്റുകളോടല്ല ആ മനുഷ്യരോടാണ്. അപ്പോൾ ആ തെറ്റുകളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നാണ് സർഗാത്മകതയുടെ ഒരു വഴി ഉണ്ടാവുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറ്റങ്ങളിൽ നിന്നാണ് എഴുത്തുകാരുണ്ടാവുന്നത് ഷാജി പറഞ്ഞു. അഥവാ കുറ്റങ്ങൾക്ക് എന്തെങ്കിലും കുറവ് വന്നാൽ അപ്പോൾ തന്നെ എഴുത്തുകാരായ നമ്മൾ തന്നെ കുറ്റം ഉണ്ടാക്കും. നമ്മൾ എഴുത്തുകാരെ തന്നെ കുറ്റങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ കുറവ് വരും, റിസോഴ്സിന് കുറവ് വരും. മനുഷ്യരെല്ലാവരെയും കൂടി സ്വർഗത്തിൽ കൊണ്ടിട്ടെന്ന് വിചാരിക്കുക. സ്വർഗം ഉണ്ടോയെന്ന് അറിഞ്ഞൂടാ, പക്ഷെ സങ്കല്പിക്കുക. അപ്പോൾ പക്ഷേ കുറേ നേരം കഴിയുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കും. അവരെല്ലാം കൂടി നരകത്തിലേക്ക് ഇറങ്ങും. സത്യം, മനുഷ്യരിൽ തന്നെ അങ്ങനെ. ഞാൻ മരിക്കുന്നുണ്ടെങ്കിൽ നരകത്തിൽ പോകാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഞാനൊക്കെ ഒരുപാട് തെറ്റുകൾ ചെയ്ത ആളാണ്. പിന്നെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ കുറേ തെറ്റുകൾ ചെയ്യാണ്. എന്ത് സുഖമാണ് അവരൊപ്പം ജീവിക്കുന്നത്. എല്ലാം നന്മകൾ മാത്രം പറയുന്ന മനുഷ്യരെടുത്ത് നമുക്ക് ബോറടിക്കും. ഇങ്ങനെ നന്മ സത്യം നേര് എന്ത് ബോറാണത്. ടീച്ചറിന് അത് കുറച്ച് മനുഷ്യ മനസ്സുകളെ കുറിച്ച് ഇങ്ങനെ എഴുതിയതിൻ്റെ ഒരു പരിചയം കൂടെ ഉള്ളതുകൊണ്ട് ടീച്ചറിന് അത് കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അത് ഈ മനസ്സുകൾക്കകത്തുള്ള ഈ ഹിംസാത്മകതയും ഈ നന്മയും ഇത് മിക്സ് ചെയ്തിരിക്കുന്ന മനുഷ്യൻ ജന്മനാ തന്നെ പറഞ്ഞില്ലേ, ചെറിയ കുട്ടിയായിരിക്കും. ഹിംസ എന്ന് പറയുന്നത് അവൻ്റെ സ്വഭാവത്തിലുള്ള, കാരണം മനുഷ്യനാണ് ഏറ്റവും വലിയ ഹിംസ്ര ജന്തു. അപ്പോൾ അത് അവൻ്റെ സ്വഭാവത്തിലുണ്ട്. അപ്പോൾ അവരിതൊക്കെ ചെയ്തു കൂട്ടും. അതിൻ്റെ ആദ്യ തർക്കമൊന്നുമില്ല. പിന്നെ രാഷ്ട്രീയത്തിലാണെങ്കിലും മതത്തിലാണെങ്കിലും ഒക്കെ ഏറ്റവും ഹിംസ നിലനിൽക്കുന്നിടത്തേക്കാണ് നമ്മൾ മനുഷ്യർ ഓടിക്കൂടുന്നത്. അതാണ് ഞാനിങ്ങനെ നിരീക്ഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സംഗതി.
ഏറ്റവും തീവ്രവാദമുള്ള ഇപ്പോൾ ഈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എത്രയോ മനുഷ്യരാണ് തീവ്രവാദത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. നമ്മൾ ദിവസം പത്രം വായിക്കുന്ന ആൾക്കാർ, ന്യൂസ് കാണുന്ന ആൾക്കാരും ഒക്കെ അല്ലേ. അതുപോലെ തന്നെയാണെങ്കിലും അതെ, മതത്തിൻ്റെ കാര്യമാണെങ്കിലും അതെ, ഏത് കാര്യത്തിലാണെങ്കിലും അതെ, ആൾക്കൂട്ടത്തിൻ്റെ ഹിംസയും കൂടെ നമുക്ക് ഇപ്പോൾ ആണ് പെണ്ണെന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ. ഈയിടെ കാരശ്ശേരി മാഷ് പറഞ്ഞു സ്ത്രീകൾക്കിടെ ഇടയിൽ, കേരളത്തിലെ സ്ത്രീകൾക്കിടെ ഇടയിൽ കുറ്റകൃത്യങ്ങൾ കൂടി വരികയാണെന്ന്. അതെന്തുകൊണ്ടാണെന്ന് ഞാനൊരു സാമൂഹ്യ ശാസ്ത്രജ്ഞയൊന്നും അല്ല, എന്നാലും സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ ആലോചിച്ചു നോക്കേണ്ട ഒരു കാര്യമാണ്. സ്വന്തം കുഞ്ഞിനെ വിഷം കൊടുത്ത് കൊല്ലുക, ഭർത്താവിനെ കൊല്ലുക, അല്ലെങ്കിൽ അമ്മായിയമ്മയെ കൊല്ലുക, കഷായം കൊടുത്ത് കൊല്ലുക, അങ്ങനെയൊക്കെ ഒരുപാട് തരത്തിൽ സ്ത്രീകൾ ഇങ്ങനെ പുരോഗമിച്ച് വരികയാണ് കുറ്റകൃത്യത്തിൽ. അതെന്തുകൊണ്ടാണെന്നുള്ള കാര്യം നമ്മൾ ഗൗരവത്തോടു കൂടി തന്നെ ചിന്തിക്കണം എന്നാണ് എനിക്ക് സമൂഹത്തോട് പറയാനുള്ളത്. ഞാൻ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അതിനകത്ത് എനിക്കൊരു ചെറിയ അത് ഈ റെപ്രസെൻറ്റേഷൻ്റെ കൂടെ പ്രശ്നമാണെന്ന് തോന്നുന്നു ടീച്ചറെ. കാരണം വെച്ചാൽ ഇപ്പം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കൊലപാതകങ്ങൾ പുരുഷന്മാർ ചെയ്യുമ്പോൾ അത് നോർമലൈസ് ചെയ്യപ്പെടുകയും സ്ത്രീകൾ ചെയ്യുമ്പോൾ അതിനൊരു ന്യൂസ് വാല്യൂ വരികയും ചെയ്യുന്നത് കൊണ്ട് റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നതിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നുണ്ട്. അത് ഈ സാറ ടീച്ചർ നേരത്തെ പറഞ്ഞതുപോലെ ഈ പിതൃ ബിംബം ഉള്ളത് കൊണ്ടാണ്, ഇങ്ങനെ മേജർ ഒരു ഇതായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് അങ്ങനെ സ്ത്രീകൾ എന്ത് ചെയ്താലും അതിന് കൂടുതൽ അതേ കുറ്റം തന്നെ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ എഴുത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ, പുന്നത്തിൽ കുഞ്ഞബ്ദുള്ളൊക്കെ എന്നേക്കാളും ഭയങ്കര സാധനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ വല്ല കുഴപ്പമുണ്ടോ? പക്ഷെ കുഴപ്പം മുഴുവൻ ഗ്രേസ് ടീച്ചർക്കാണ്. അപ്പോൾ അതുകൊണ്ട് അത് പെണ്ണുങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേകതയുണ്ട്. പെണ്ണുങ്ങൾ കാലാകാലമായിട്ട് ഇങ്ങനെ പുരുഷവർഗത്തിൻ്റെ അടിമകളായിട്ട് കഴിഞ്ഞുകൊള്ളണം എന്നൊരു ധാരണ നമ്മുടെ സമൂഹത്തിലുള്ളത് കൊണ്ട് സംഭവിച്ചു പോകുന്നതാണ്. കുറ്റകൃത്യം ചെയ്യുമ്പോഴും അതിനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത് അതുകൊണ്ടാണ്. എന്നിരിക്കലും കുറ്റകൃത്യം വർദ്ധിച്ചിട്ടുണ്ട് സ്ത്രീകളുടെ ഇടയിൽ എന്നുള്ളൊരു വസ്തുതയാണ്. ടീച്ചർ പറഞ്ഞ കറക്റ്റാണ്. കാരണം പുരുഷന്മാർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ സ്ത്രീകൾക്ക് അവകാശമുണ്ട്, അതന്നെ മനസ്സിലാകും. മാത്രമല്ല സ്ത്രീകൾ ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നുണ്ട്, അവർക്ക് അംഗീകാരങ്ങളും കിട്ടുന്നുണ്ട്. അപ്പം ഈവൻ എന്താ പറയുക, കഥ എഴുതുന്നുണ്ട്, നോവൽ എഴുതുന്നുണ്ട്, അതൊരു കുറ്റകൃത്യമാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ അവർക്ക് അംഗീകാരം വരുന്നുണ്ട്. ഈ കുപ്രസിദ്ധി അതും കുറ്റകൃത്യമാണല്ലോ നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, ഈ കുപ്രസിദ്ധി എന്ന് പറയുന്നത് ഒരു പ്രസിദ്ധിയാണ്. ഇപ്പം നമ്മൾ ഈ മീഡിയയിലൊക്കെ ഈ ഒരാളെ വെട്ടി കുമാരൻ അറസ്റ്റിൽ, അയാളെ ഫോട്ടോ വരും, അതോടുകൂടി കുമാരൻ നമ്മുടെ നാട്ടിൽ പ്രശസ്തനാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ പത്രത്തിൽ വാർത്തയെല്ലാം കണ്ടിട്ട് വളരെ സൈഡായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനെ എന്നാലൊരു കുറ്റകൃത്യം നടത്തി പ്രസിദ്ധനാവാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊരു കുറച്ച് ആൾക്കൂട്ടത്തിൽ ഞാൻ അറിയപ്പെടുമല്ലോ എന്നുള്ളൊരു പരിപാടി നടക്കുന്നു. ചെയ്ത് ജയിലിൽ കിടക്കുന്നവരെ, ഗുണ്ടകളെ കാണാൻ ഒരുപാട് സുന്ദരികളായ ഇവിടെ നമ്മളിപ്പോൾ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് ഈ മറ്റേ തൊപ്പീനെ പോലത്തെ അല്ല, ഈ പെരുമ്പാവൂർ അനീസ് എന്ന് പറഞ്ഞ ഗുണ്ടകൾക്കാണ്. കുറേ ഗുണ്ടകളുണ്ട്, അവരുടെ യൂട്യൂബിൻ്റെ അടിയിൽ നോക്കണം, 1000, 10,000 ലക്ഷക്കണക്കിന് ഫോളോവേഴ്സും ആയിരക്കണക്കിന് കമൻറ്റ്. അനീസ് വരുന്നു, അനീസ് മറ്റേ മോഹൻലാലാണ്, അവരുടെ മോഹൻലാലും മമ്മൂട്ടിയും രജനീകാന്തും വിജയാണ്. അപ്പം അങ്ങനെയൊക്കെ കുറ്റവാളികളൊക്കെ ഭയങ്കര സിനിമയ്ക്കൊരു പങ്കില്ലേ? സിനിമയടക്കമുള്ള എല്ലാ കലാരൂപങ്ങളിലും ഈ അതെ സിനിമക്ക് പങ്കില്ല. അത് അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. സിനിമയ്ക്ക് ഒരു പ്രധാന കാരണം ഈ സിനിമയിലുള്ള ചില അതുണ്ടാവും. സിനിമയിലെ വയലൻസിനെ കുറിച്ചും കൂടെ ഒന്ന് പറഞ്ഞു പോകാന്ന് വെച്ചാൽ, നമ്മൾ ഈ കഥ മാത്രമല്ല, ഈ പറയുന്ന അനുഭവ പരിസരം സിനിമയിലും ഉണ്ടല്ലോ. സിനിമയിൽ ശരിക്കും ഷിനിലാൽ എന്ത് കരുതുന്നു? സിനിമയിലെ ഈ വയലൻസ് സമൂഹത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല എന്നാണോ വിചാരിക്കുന്നത്? അത് ആക്ച്വലി അതൊരു ഭയങ്കര ക്ലാസിക്കൽ ക്വസ്റ്റ്യനാണ്. കാരണം ഇത് ഒരിക്കലും നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ. കാരണം സമൂഹം സിനിമയെ സ്വാധീനിക്കുന്നു, സിനിമ സമൂഹത്തെ സ്വാധീനിക്കുന്നു. ഇതിൽ ഏതാണ് മറ്റേ കോഴിയുടെ മുട്ടയുടെ കഥ? അല്ല, അത് സമൂഹത്തിന്റെ ഹിംസയുടെ ഒരു പ്രതിഫലനമാണോ, ഈ സിനിമയുടെ ഹിംസയുടെ പ്രതിഫലനം സമൂഹത്തിൽ കാണുന്നു? ഈ രണ്ടും ഒരു കൊടുക്കൽ വാങ്ങലാണ് സംഗതി. ബേസിക്കലി നമ്മുടെ കാണുന്ന സമൂഹത്തിന്റെ അടിത്തട്ട് ഹിംസാത്മകമാണ്. നമ്മുടെ ഈ സ്ട്രക്ചർ, സമൂഹത്തിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, അതിപ്പം സാമ്പത്തികമായ സ്ട്രക്ചർ ആണെങ്കിലും ജാതീയമായ സ്ട്രക്ചർ ആണെങ്കിലും അതിൻ്റെ ടോപ്പിൽ ഒരാളിരിപ്പുണ്ട്. ഇതിൻ്റെ താഴെയാണ് ഈ പറഞ്ഞ കോടിക്കണക്കിന് മനുഷ്യരിരിക്കുന്നത്. ഇയാളിരിക്കുന്നത് ഇവരെല്ലാം ചവിട്ടി മുകളിലുള്ള ഒരു സിംഹാസനത്തിലാണ് ആ ഏറ്റവും ടോപ്പ് പ്രെഡേറ്റർ എന്ന് പറയുന്ന ആ ഒരാളിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അത്ര ഈ ഹിംസ, അയാളുടെ ഈ ഭാരം, അയാളുടെ ഹിംസ ഈ പറഞ്ഞ സമൂഹം അപ്പാടെ അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഏത് സിസ്റ്റം എടുത്തു നോക്കിയാലും, നിങ്ങൾ ഡെമോക്രസിയോ അല്ലെങ്കിൽ രാജഭരണമോ ഏതെടുത്ത് നോക്കിയാലും അതിൻ്റെ അടിത്തട്ടിലുള്ള മനുഷ്യരാണ് ഈ ഹിംസയുടെ എല്ലാം
രാഷ്ട്രീയ ഹിംസയുടെയും ഈ പറഞ്ഞ സാമൂഹ്യ ഹിംസയുടെ എല്ലാം ഇരയായിട്ടിരിക്കുന്നത്. ഈ സിനിമ ഉണ്ടാക്കുന്നതിനെക്കാട്ടിയും ഹിംസ മതങ്ങളാണ് ചെയ്യുന്നതാണ് എൻ്റെ അഭിപ്രായം. മതങ്ങൾ ഉണ്ടാക്കുന്ന അത്ര ഹിംസയൊന്നും സിനിമയൊന്നും ഉണ്ടാക്കുന്നില്ല ടീച്ചറെ. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച മറ്റേ തൃശ്ശൂരിൽ നിന്ന് ആലുവയിലേക്ക് ട്രെയിൻ കയറി. ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണ് കയറിയത്. ജനറൽ കമ്പാർട്ട്മെൻറ്റ് കഥാകൃത്തുക്കളോടുള്ള ഒരു ഉപദേശമാണ്, ജനറൽ കമ്പാർട്ട്മെൻറ്റ് കയറി ഇഷ്ടം പോലെ കഥ കിട്ടും. അപ്പോൾ ഞാൻ എന്നിട്ട് കയറിയിട്ട് കുറേ സ്വാമിമാരുണ്ട്. സ്വാമിമാർ അത് ജനറൽ കമ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ ചാടിയിരുന്നിട്ടാകുമ്പോൾ അയാൾ കന്നഡയിൽ ഇവിടെ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തേ, ഞങ്ങൾ സ്വാമിമാരാണ്. അപ്പോൾ താഴത്തെ ആൾക്കാരും പിന്നെ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അപ്പുറത്ത് ഇവർ ഗുരുവായൂരിൽ നിന്ന് വരുന്നതാണ്. ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് വരുന്ന ഇവർ സ്വാമിമാർ കല്ലും മുള്ളും കാലിന് മെത്ത എന്നൊക്കെ ശരണം വിളിക്കുന്ന ഇവർ ഇപ്പുറത്ത് 2 സ്ത്രീകൾ ഇരിക്കുന്നുണ്ട്. വയസ്സായ 10-60 വയസ്സുള്ള സ്ത്രീകളുണ്ട്. അവരോട് കുറേ നേരമായിട്ട് കലഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ജെൻസി പിള്ളറായിട്ടുള്ള 2-3 പിള്ളേർ അപ്പുറത്തും ഇപ്പുറത്തുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, ചേട്ടാ ഇവർക്ക് പ്രാന്താണ്, സ്വാമിമാർ ഞങ്ങൾ എത്രയോ പറഞ്ഞു ഇത് ശരിയാവുന്നില്ല, ഇവർ മാറുന്നില്ല എന്ന് പറഞ്ഞു. അവസാനം ഞാൻ പോലീസിനെ വിളിച്ചു. പോലീസ് വിളിച്ചിട്ടും ഇവർ ഞങ്ങൾ സ്വാമിമാരെ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ലോകം ഇളകം എന്നെല്ലാം പറഞ്ഞിട്ട് ഇയാൾ ഡയലോഗ്. ഈ പോലീസുകാരനാണെങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്യാൻ പേടി. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഹിന്ദു മഹാസഭ മറ്റേ സഭ ഒക്കെ പറയും പോലീസ് സ്വാമിമാരെ മർദ്ദിച്ചു. പിന്നെ മറ്റേ പ്രതിപക്ഷ സമരം, യുവമോർച്ചയുടെ സമരം, ആ പോലീസുകാർ 2 പേര് പണി പോകും. ഇവരെന്നിട്ട് അവസാനം നമ്മളെല്ലാം പറഞ്ഞ് പിന്നെ ഇവർ തെറി പറയാൻ തുടങ്ങി. ഇവർ ഭയങ്കര വിശുദ്ധരാണ് സ്വാമിമാരെന്നൊക്കെ വിചാരിക്കുന്നവർ. അമ്മക്കും അച്ഛനും പിന്നെ അവർക്ക് അറിയാൻ പറ്റുന്ന കന്നഡയിൽ, ഞാൻ കാസർഗോഡായതുകൊണ്ട് കുറച്ച് കന്നഡ എനിക്കറിയാം, അതുകൊണ്ട് കന്നഡയിൽ നല്ല നല്ല തെറികൾ പറയാൻ തുടങ്ങി. അപ്പോൾ ഈ ജെൻസി പിള്ളേർക്ക് നല്ല ബോധമുള്ളതുകൊണ്ട് ജെൻസി പിള്ളേർ ഭയങ്കര അടിച്ചു തിന്നു. എനിക്ക് ഇപ്പോഴത്തെ ജെൻസി കുട്ടികളെ ഭയങ്കര പ്രതീക്ഷയാണ്. അത് നല്ല വിവരമുണ്ട്. അവർ ഈ മതത്തിൻ്റെയോ ഇങ്ങനത്തെ കൊണ ഇതിൻ്റെ ബേക്കിലൊന്നും പോകാത്ത വളരെ പൊളിറ്റിക്സൊക്കെ ഉള്ള സിനിമകൾ കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ എൻ്റെ കൂടെ കൂടി ഞാൻ അവരുടെ കൂടെ ഒരു പൂക്കിയായി. അങ്ങനെ ഞങ്ങൾ 3-4-5 കുട്ടികൾ ചേർന്ന് ഈ പോലീസുകാരൻ്റെ കൂടെ ചേർന്ന് നിശബ്ദരാക്കിയവരാ. അവസാനം അവർ പറയുക, നിങ്ങളെല്ലാം ഞങ്ങൾ ബാംഗ്ലൂർ വെച്ച് കാണാടാ. സ്വാമിയാണ് ആ സ്വാമി. ഞാൻ പറഞ്ഞ ഈ മതങ്ങൾ ഉണ്ടാക്കുന്ന വയലൻസ് ഒന്നും സിനിമ ഉണ്ടാക്കില്ല ടീച്ചറെ. ഈ ഇപ്പോൾ പത്രം കത്തിച്ചിട്ട് വെള്ളം കുടിച്ച സൂക്കേട് മാറെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഏതൊരു സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കുക. ആലോചിച്ചോ കുറവ്. മതം ഒരു പ്രൊട്ടക്ഷൻ കൂടെ കൊടുക്കുന്നുണ്ട് വയലൻസ്. മതം പ്രൊട്ടക്ഷൻ. പത്രം കത്തിച്ചിട്ട് പത്രം കത്തിച്ചിട്ട് വെള്ളം കുടിച്ചിട്ട് നമ്മളെ രോഗം മാറ്റുന്ന ഒരു ഇതുണ്ട്. ആ പത്രത്തിന്റെ പേര് കന്നാസ, കുർബാന, ശവാസനം, കൃപാസനം. സംഗതി അഥവാ മാറിയാലോ. നമുക്കൊരു വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വയലൻസിലേക്ക് മാത്രം ഒതുങ്ങിപ്പോയോ എന്നുള്ളൊരു സംശയമുള്ളത് കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു കുടിയേറ്റ പരിസരം കൂടെ കുടിയേറ്റ ജീവിതം കൂടെ ഉണ്ടല്ലോ. ഇതല്ലാതെ വയലൻസും ഒന്നും അല്ലാതെ ഇതിനകത്ത് ഈ വിഷയത്തിനകത്ത് വരുന്ന ഒരു സംഗതിയാണ് കുടിയേറ്റ ജീവിതം. കുടിയേറ്റ ജീവിതം പൂർണ്ണമായും നമ്മുടെ കഥകളിൽ നിന്ന് ഒഴിവാക്കേണ്ട ഒന്നാണോ ടീച്ചർ? കുടിയേറ്റത്തെക്കുറിച്ച് ചിലപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എതിർപ്പ് തോന്നുന്ന ചില അഭിപ്രായങ്ങൾ ഞാൻ പറയും. ഇപ്പോൾ ഞങ്ങളുടെ ലൈബ്രറിയിൽ ഒരു ചർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഭയങ്കരമായിട്ട് കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ ഒരുപാട് പേര് സംസാരിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എത്ര സെൻറ്റിലാണ് ഒരു വീട് വെച്ച് താമസിക്കുന്നത്? അയാൾ 15 സെൻറ്റിലോ മറ്റാണ്. അപ്പം ഞാൻ പറഞ്ഞു 5 സെൻറ്റ് വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റുമോ? അത് പറ്റില്ല. നമുക്ക് ഈ വലിയ ഗീർവാണമൊക്കെ പറയാം, പക്ഷെ അവനവൻ്റെ ഇറച്ചിയിൽ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു പഴഞ്ചൊല്ല് പോലത്തെ അവനവൻ്റെ ഇറച്ചിയിൽ നുള്ളുമ്പോൾ നോവും. അപ്പോൾ അതുകൊണ്ട് അയാൾ കൊടുക്കാൻ തയ്യാറില്ല. പിന്നെ വെറുതെ വലിയ സ്ഥലമൊക്കെ കിടക്കണമെങ്കിൽ ആരെങ്കിലും കുടിയേറിക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ല. അങ്ങനത്തെ ഒരു നിലപാട് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ബഹിരാകാശത്ത് നിൽക്കുമ്പോൾ സുനിത വില്യംസൊക്കെ പറയും, അതായത് അതിർത്തികൾ ആവശ്യമില്ല, പിന്നെ മനുഷ്യരെല്ലാവരും ഒരുപോലെയാണെന്ന് അവിടെ നിൽക്കുമ്പോഴേ തോന്നുള്ളൂ. അവിടെ നിൽക്കുമ്പോൾ ശരിയാണ്, ശൂന്യാകാശത്താണ് നിൽക്കുന്നത്. പക്ഷെ നമ്മൾ ഭൂമിയിൽ കാലുകുത്തി നോക്കിക്കേ, മണ്ണിൽ കാലുകുത്തിക്കാൻ മനുഷ്യൻ്റെ സ്വഭാവം മാറും. അപ്പോൾ അതുകൊണ്ട് ഈ മണ്ണുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഓരോ രാജ്യത്തിനും മനുഷ്യരെ നോക്ക്, അവരുടെ കംപ്ലക്ഷൻ, അവരുടെ സംസ്കാരം, അവരുടെ ഭാഷ, ഇതെല്ലാം എങ്ങനെയാണ് വ്യത്യസ്തമായത്. അപ്പോൾ പ്രകൃതി തന്നെ ചില അതിരുകൾ നിശ്ചയിച്ചിട്ടില്ലേ എന്ന് ഞാൻ സംശയം ചോദിക്കുകയാണ്. നദികളെല്ലാം കൂടെ ഒരുമിപ്പിച്ചാലും അത് ശരിയാവില്ല. കാരണം ഓരോ നദിക്കും ഓരോ ആവാസ വ്യവസ്ഥയാണ്. അതുപോലെ ഓരോ രാജ്യത്തിനും ഓരോ അതിര് പ്രകൃതി തന്നെ കൽപ്പിച്ചത് കൊണ്ടല്ലേ. നമ്മളൊക്കെ ഡാർക്കാണ്, അവരങ്ങനെയല്ല. നമ്മുടെ കൾച്ചർ അതല്ല, നമ്മുടെ ചിന്തയല്ല. എനിക്ക് തോന്നുന്നു ഇന്ത്യക്കാരാണ് ഏറ്റവും കൂടുതൽ ഈ വയലൻസ് ഉള്ള ആൾക്കാരെന്ന് എനിക്ക് തോന്നുന്നത്. മറ്റവരെയൊക്കെ അപേക്ഷിച്ച് ഏഷ്യൻ കൺട്രീസിലേക്കല്ലേ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉള്ളത്. നമ്മുടെ റോഡിൽ ഇറങ്ങിയാൽ തന്നെ ഉണ്ടല്ലോ വയലൻസ്. റോഡിൽ വണ്ടി ട്രാഫിക്കിൽ തന്നെ എന്തോരം വയലൻസ് ആണ്.
അപ്പോൾ അതുകൊണ്ട് കുടിയേറ്റം എന്ന് പറയുമ്പോൾ അതിന് നമ്മളിങ്ങനെ വിശാല മനസ്കത കൂടി പറയാൻ കൊള്ളാം. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അത് എത്ര കണ്ട് ആപ്ലിക്കബിൾ ആണ് എന്നുള്ള കാര്യം ഒന്ന് ചിന്തിച്ചാൽ കൊള്ളാം എന്നെനിക്കൊരു അഭിപ്രായമുണ്ട്. ഈ ചരിത്രത്തിൽ കുറച്ച് പുറകോട്ട് പോയാലേ നമ്മുടെ ഞാൻ ഈ 20 എന്ന് പറഞ്ഞ നോവൽ എഴുതിയിട്ടുള്ള ഒരു സംഗതി പറയാം. അതായത് 18-ാം നൂറ്റാണ്ടിൽ 1700 സംതിങ്. അപ്പോൾ ഈ നമ്മുടെ തിരുവനന്തപുരത്തെ ആദിവാസി സമൂഹം കാണിക്കാർ മാർത്താണ്ഡവർമ്മയെ പ്രൊട്ടക്റ്റ് ചെയ്തതിന് പ്രതിഫലമായിട്ട് ഇദ്ദേഹം തിരിച്ച് ഭരണാധികാരി ആയപ്പോഴത്തേക്ക് അവർക്ക് വലിയൊരു പ്രദേശം എഴുതി കൊടുത്തു. ചെമ്പ് പട്ടയം അവർക്ക് കൊടുക്കുകയാണ് ചെയ്തത് എഴുതിയിട്ട്. അപ്പോൾ അത് അവരുടെ സ്വന്തമാക്കി വെച്ചു. ഒരുപാട് കാലം ഈ ഏക്കർ കണക്കിന് വനപ്രദേശം അവർക്ക് കരമൊഴിവാക്കി കൊടുത്തതാണ്. പക്ഷേ പിന്നീട് അവരിത് പതിച്ച് സ്വന്തമാക്കുകയൊന്നും ചെയ്തില്ല. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഇപ്പം സ്വതന്ത്ര ഇന്ത്യ വരികയും പിന്നെ ഈ പറഞ്ഞ വനാവകാശ നിയമം പോലുള്ള സംഗതികൾ വരികയും ഒക്കെ ചെയ്തപ്പോഴത്തേക്ക് ഈ ലാൻഡിൽ അവർക്ക് അവകാശം ഇല്ലാതായിപ്പോയി. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ കുടിയേറ്റം എന്ന് പറഞ്ഞത് പലതരത്തിൽ കുടിയേറിയതിന് ശേഷം അല്ലെങ്കിൽ അതിനെ സ്വന്തമാക്കിയതിന് ശേഷം നമുക്ക് അനുകൂലമായിട്ട് നിയമങ്ങൾ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ച് അവർ വളരെ സ്വതന്ത്രമായിട്ട് ജീവിക്കുന്ന മനുഷ്യരാണ്. ഈ നാട്ടിൽ ഇങ്ങനെ ഒരു നിയമം ഉണ്ടായതുപോലെ അവർക്കറിയില്ല. പക്ഷേ നമ്മളൊരു നിയമം ഉണ്ടാക്കിയിട്ട് അവരെല്ലാം കൂടെ ഇനി കൈയടക്കി. ആലോചിച്ച് നോക്കിയപ്പോൾ അമേരിക്ക അവിടെ നിന്നിട്ട് ഇന്ത്യക്കാർക്ക് വേണ്ടി ഒരു നിയമം ഉണ്ടാക്കിയിട്ട് ഇന്ത്യ അവർ ആക്സസ് ചെയ്യും പോലെ ഒരു സാധനമാണ് ഈ പറഞ്ഞ ആദിവാസികൾ ആക്സസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തുള്ള നിയമം. എനിക്ക് കേരളത്തിലെ കുടിയേറ്റത്തെക്കുറിച്ചാണ് എനിക്ക് പറയേണ്ടത്. എനിക്ക് തോന്നുന്നത് കേരളത്തെ ഇത്തരത്തിലുള്ള ഒരു വികസനത്തിൻ്റെ ഒരു നല്ല വഴിയിലേക്ക് കൊണ്ടുപോയതിൽ കുടിയേറ്റം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. റോഡുകൾ ഉണ്ടായത് റബ്ബറിൽ നിന്നാണ് നമ്മുടെ റോഡുകൾ ഉണ്ടാകുന്നത്. പിന്നെ ഈ പാവങ്ങളായിട്ടുള്ള കോട്ടയത്തു നിന്നും കൊല്ലത്തു നിന്നും ഒക്കെ നമ്മുടെ നാട്ടിലേക്ക് കാസർഗോഡ്, കണ്ണൂർ, മലയോര പ്രദേശത്തേക്ക് അന്ധകാലത്ത് ഈ മറ്റേ കാടും വെട്ടി രോഗങ്ങളുമായി മല്ലിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു വികസന ലോകം കേരളത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുടിയേറ്റത്തെ ഞാൻ അങ്ങനെ ഒരു മോശം കാര്യമായിട്ട് കാണുന്നില്ല. കാട്ടിൽ നിന്ന് വന്നവരാണ് നമുക്ക് മനുഷ്യരാണ് പ്രധാനം. മനുഷ്യരുടെ വികസനം, മനുഷ്യരുടെ സ്വസ്ഥത, മനുഷ്യർക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനം എന്ന് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ, ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് കേരയിൽ വേണം എന്ന് ഞാൻ പറയുന്നത്. നമുക്ക് നല്ല റോഡുകൾ വേണം, നമുക്ക് നല്ല റെയിൽപ്പാളങ്ങൾ വേണം. നല്ല റെയിൽപ്പാളങ്ങൾ വരുമ്പോൾ അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടാവും, മനുഷ്യന്മാരുടെ ജീവിത നിലവാരം മാറും. അങ്ങനെ കൂടുതൽ മെച്ചപ്പെട്ട ഒരു വികസന പന്താവിലേക്ക് കേരളം വഴിമാറണമെങ്കിൽ ഇത്തരത്തിലുള്ള കാൽപ്പനികമായിട്ടുള്ള പരിസ്ഥിതിവാദങ്ങൾ ഉപേക്ഷിക്കേണ്ടതുണ്ട് എന്ന് ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്നു. ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് 1-2 ചോദ്യങ്ങൾ എടുക്കാനുള്ള സമയം ഉണ്ടാവും. പി വി ഷാജികുമാറിൻ്റെ ഒരു അഭിനന്ദനം പറയട്ടെ. കാരണം കണ്ടന്റ് ദരിദ്രമുള്ളവർ ട്രെയിനിൻ്റെ സെക്കൻഡ് കമ്പാർട്ട്മെൻറ്റിൽ പോവുക. ഒന്ന്, ടി ഡി രാമകൃഷ്ണൻ പറഞ്ഞു, ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, ട്രെയിനിലെ ബ്രേക്ക് വാനിൽ നിന്ന് ഏകാന്തതയാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തുകാരനെ സൃഷ്ടിച്ചത്. താങ്കൾ പറയുന്നു ഇവിടുത്തെ ക്രൗഡ്, അതായത് സെക്കൻഡ് കമ്പാർട്ട്മെൻറ്റിലെ ക്രൗഡാണ് എഴുത്തുകാരനെ സൃഷ്ടിക്കുന്നത്. ഇത് ഏതെടുക്കണം? ക്രൗഡ് നല്ലതാണ്, ഭയങ്കര രസമാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ മലബാറിൽ കാഞ്ഞങ്ങാടുന്ന് ജനറൽ കമ്പാർട്ട്മെൻറ്റ് കയറി തിരുവനന്തപുരം എത്തിക്കഴിഞ്ഞല്ലേ നമ്മൾ നടുവേദന ഉണ്ടാവും, ക്ഷീണം ഉണ്ടാവും, പിറ്റേ ദിവസം പകൽ കംപ്ലീറ്റ് പോകും. പക്ഷെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും. ഭയങ്കര വളരെ സാധാരണക്കാരായ മനുഷ്യർ, അവരുടെ പരിദേവനങ്ങൾ, അവരുമായിട്ടുള്ള സൗഹൃദം, അവരുടെ നിഷ്കളങ്കത, അവരുടെ സങ്കടങ്ങൾ ഒക്കെ നമ്മൾ അവിടെ എത്തുമ്പോൾ നമ്മളൊരു കുടുംബം പോലെ ആയിട്ടുണ്ടാവും. എനിക്ക് ഇഷ്ടമാണ് ഈ ജനറൽ കമ്പാർട്ട്മെൻറ്റ്. പക്ഷേ വയസ്സായതുകൊണ്ട് ഇപ്പോൾ പറ്റുന്നില്ല. വ്യക്തിഗതമാണ് ടീച്ചർ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ജനറൽ കമ്പാർട്ട്മെൻറ്റ് പോയി ശീലിച്ച അതിൻ്റെ സുഖത്തിലൊക്കെ കുട്ടിക്കാലം തൊട്ടേ നമ്മൾ കാസർഗോഡാണ്. അപ്പോൾ കാസർഗോഡ് നിന്ന് നമുക്ക് ആകെ 2 വണ്ടിയേ ഉള്ളൂ. എന്നിട്ടാണ് ഇപ്പോൾ കാസർഗോഡേക്ക് അതിവേഗ റെയിൽപാത തരില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ആൾക്കാർ നൊടിച്ചു കളക്കുന്നത്. ഇപ്പോൾ കാസർഗോഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആകെ വൈകുന്നേരം ഉള്ളത് മലബാറും മാവേലിയും പിന്നെ ഒരു കണ്ണൂർ എക്സ്പ്രസ്സും. അപ്പോൾ അവിടെ നമ്മൾ ഈ തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ഫുൾ തിരക്കായിരിക്കും, സ്ലീപ്പറൊന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഓക്കെയാണ്. ഒരു ചോദ്യം കൂടെ മറ്റാർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ. ആദ്യമേ തന്നെ കാസർഗോഡ് ഭാഷ വളരെ മനോഹരമായി ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്ന പി വി ഷാജികുമാറിൻ്റെ മരണവംശത്തിന് ഒരു ആശംസകൾ അറിയിക്കുന്നു. അതിൽ ഏറ്റവും ആകർഷകമായി തോന്നിയത് ആദ്യം നമ്മൾ കേർക്കാനെയും അതുപോലെ ആ നാടിനെ ഒന്ന് പരിചയപ്പെടുത്തുന്നു, അതുപോലെ അതിൻ്റെ വംശാവലി നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. എന്നിട്ട് ഓരോ കഥാപാത്രങ്ങളിലൂടെ നമ്മളെ അവസാനം വരെ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോകുന്ന തരത്തിലാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഓരോ കഥാപാത്രങ്ങളുടെ മരണം അത് ഒരുപക്ഷെ നമ്മളെ വല്ലാതെ
വിഷമിപ്പിക്കുന്ന ഒന്നാണ്. ഇത്രത്തോളം മരണം അതിൽ വേണമായിരുന്നോ എന്നൊരു സംശയം അവസാനം വായിച്ചു തീരുമ്പോഴും തോന്നാറുണ്ട്. അതിനെക്കുറിച്ചൊന്ന്. താങ്ക് യു ചേട്ടാ. മരണവംശം വായിച്ചതിലും ഇഷ്ടപ്പെട്ടു എന്ന് അറിയിച്ചതിലും സന്തോഷം. ആ മരണവംശം എന്നാണ് ആ നോവലിൻ്റെ പേര്. അപ്പോൾ മരണത്തിൻ്റെ യാത്രയായിട്ടാണ് ഞാൻ നോവലിനെ നറേറ്റ് ചെയ്തത്. ചെറുപ്പത്തിൽ തൊട്ടേ നമ്മളെ കുട്ടിക്കാലത്ത് മരണം കണ്ട് ശീലിച്ച ഒരു കുട്ടിയായിരുന്നു ഞാൻ. അത് പലതരം കാരണങ്ങളില്ലാത്ത ആത്മഹത്യകൾ നടക്കുന്ന ഒരു നാടായിരുന്നു എൻ്റേത്. അപ്പോൾ ഈ മരണം എന്നെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ നോവൽ എഴുതുന്ന സമയത്ത് അത്തരത്തിലുള്ള മരണങ്ങൾ സ്വാഭാവികമായിട്ട് കടന്ന് വന്നതാണ്. അത് നമ്മളിങ്ങനെ ഒരു കൺസ്ട്രക്റ്റഡ് ആർട്ട് ഓഫ് വർക്ക് ആയിരുന്നില്ല മരണവംശം. അത് സ്പോണ്ടേനിയസ്ലി എഴുതിയ, വളരെ സ്വാഭാവികമായിട്ട് എഴുതിയ ഒരു കൃതിയാണ്. അപ്പോൾ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പലരും മരിച്ചു വീഴും. അതിൽ ഒരു കുഞ്ഞന്മാർ എന്ന് പറഞ്ഞ കഥാപാത്രത്തെ ഞാനൊരു 6ാമത്തെ അധ്യായത്തിൽ 6ാം നിറത്തിൽ അൽഷിമേഴ്സ് വന്നു. 6ാം നിറത്തിൽ ഞാൻ മരണം കൊടുക്കാൻ തീരുമാനിച്ചതാണ്. പക്ഷേ ആ പെണ്ണുമ്പിള്ള സംഭവിച്ചില്ല. പെണ്ണുമ്പിള്ള എന്നെയും വിട്ട് അവസാനം വരെ നിന്നു. അങ്ങനെയൊക്കെ ഉണ്ട്. ഒരു എഴുത്തുകാരൻ മരണത്തെ എഴുതുമ്പോഴാണ് അയാളുടെ എഴുത്ത് പൂർണ്ണമാവുന്നത് എന്ന് വിശ്വസിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. മരണത്തെ അറിയുന്നവൻ ജീവിതത്തെ അറിയുന്നു. മരണത്തെ എഴുതുന്നവൻ ക്രിയേറ്റിവിറ്റിയും കൂടുതൽ ആഴത്തിൽ അറിയുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. അതാന്ന് പറഞ്ഞത് ഒരു സങ്കല്പമാണ് ഷാജു. അല്ല, എൻ്റെ സങ്കല്പമാണല്ലോ. എനിക്കൊക്കെ എൻ്റെ ഷിൻഡാൻ സാറിനോടാണ്. സാറിൻ്റെ കഥകൾ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഒരു വ്യത്യസ്തത, ഇപ്പോൾ ഈ പറഞ്ഞ മരണവും അതുപോലെ തന്നെ ചോരൻ നായിക്കൻ പോലെയുള്ള പ്രകൃതിയിലേക്ക് മടങ്ങുന്ന കഥാപാത്രങ്ങളും എല്ലാം ഉണ്ട്. അതോടൊപ്പം തന്നെ വരുന്നൊരു കഥാപാത്രമാണ് ഗുരുദേവൻ എന്നുള്ള ഗുരു സങ്കല്പം, ശ്രീനാരായണ ഗുരു സങ്കല്പം. അപ്പോൾ അത് 1-2 കഥ, ചോര എന്നുള്ള കഥയിൽ തന്നെ 1-2 കഥകളിൽ ഈ ഒരു ശ്രീനാരായണ ഗുരു ഒരു കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ ഒരു സ്വാധീനത്തെ കുറിച്ചിട്ട് ഒന്ന് പറയാമോ? നേരത്തെ നമ്മൾ പറഞ്ഞൊരു സംഗതിയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ അടിയിൽ ഹിംസ നിലനിൽക്കുന്നുണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ മലയാളി സമൂഹത്തിൻ്റെ അടിയിൽ ശ്രീനാരായണ ഗുരു നിൽക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ നമ്മളെ ഈ ഹിംസയ്ക്ക് ബദലായി, നമ്മുടെ ഈ ഭിന്നിപ്പുകളുടെ ബദലായി ഒരു താങ്ങ് പോലെ വേണമെങ്കിൽ, ഈ സമുദ്രത്തിലെ ഉപ്പെന്ന് പറഞ്ഞ പോലെ ആ ഒരു താങ്ങ് നമുക്ക് നിൽപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ സ്വാധീനമാണ് നമ്മളൊക്കെ കൊച്ചിലേ കേട്ട് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള നാട്ടുകഥകളും അതുപോലെ പിന്നീട് വായിച്ചും ഒക്കെ അറിഞ്ഞ സംഗതികളുമായിട്ട് നമ്മൾ കൊച്ചിലെ പരിചയിച്ച ഒരു ലോകമാണ് ശ്രീനാരായണ ഗുരുവായിട്ട് ബന്ധപ്പെട്ടുള്ളത്. നമ്മൾ പലതരത്തിലാണല്ലോ ശ്രീനാരായണ ഗുരു കാണുന്നത്. അപ്പോൾ ഒരു വായിച്ചറിയുന്നൊരു ഗുരുവുണ്ട്, നാട്ടിലറിയുന്ന ഒരു ഗുരുവുണ്ട്, നമ്മുടെയൊക്കെ വീടുകൾക്കകത്തൊരു ഗുരുവുണ്ട്. അതൊരു പക്ഷേ മലയാളികളുടെ ജാതി ഭേദമന്യേ എല്ലാ വീടുകളിലും ആ ശ്രീനാരായണ ഗുരു ഉണ്ട്. നമ്മുടെയൊക്കെ ഫോക്ക്ലോറിലുണ്ട്. അത് വളരെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറമുള്ള ശ്രീനാരായണ ഗുരുവാണ് നമ്മുടെ ഫോക്ക്ലോറിലുള്ളത്. അത് വേണമെങ്കിൽ ഒരു ചെറിയ സംഗതി പറയാം. നമ്മുടെ നാട്ടിൽ പണ്ട് അദ്ദേഹം ഇങ്ങനെ പരിവ്രാജക കാലം എന്നല്ലേ അതിനെ പറയുന്നത്, അങ്ങനെ നടന്നു പോയ കാലഘട്ടത്തിൽ ഒരു സ്ഥലത്ത് വന്ന് ധ്യാനം ഇരിക്കാൻ വന്ന ആളിനെ അവിടുത്തെ നാട്ടുകാരെല്ലാവരും കൂടെ ഈ പാട്ട കൊട്ടി ബഹളം ഉണ്ടാക്കി ഓട്ടിച്ച ചരിത്രമുണ്ട്. ഇതൊന്നും നമ്മുടെ മുഖ്യധാര ചരിത്രത്തിലില്ല. അപ്പോൾ ഈ ഗുരു അനുഭവിച്ച പല സംഗതികളും അതിങ്ങനെ ഡ്രോപ്ലെറ്റുകളായിട്ട് നമ്മുടെ കൾച്ചറിൽ ഇങ്ങനെ കിടപ്പുണ്ട്. അതൊക്കെ കേട്ടിട്ടൊക്കെയാണ് നമ്മൾ അതിൻ്റെ ഒരു പിന്നീട് എഴുത്തുകാരനാകുമ്പോൾ സ്വാഭാവികമായിട്ട് വന്നതാണ് ശ്രീനാരായണ. നമുക്ക് ഈ ഡയലോഗ് ഇവിടെ അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. ഒരു പുസ്തക പ്രകാശനം കൂടിയുണ്ട്. ഏതായാലും ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന, ഞാൻ പ്രിയത്തോടെ വായിക്കുന്ന ആൾക്കാരുടെ ഒപ്പം വേദിയിൽ ഇരിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം കൂടെ രേഖപ്പെടുത്തുകയാണ്. പുസ്തക പ്രകാശനം തല മാറട്ടെ എന്ന കഥയുടെ സമാഹാരമാണ് പ്രകാശനം ചെയ്യപ്പെടുന്നത്.